മുഖവരകൾ ദീർഘിപ്പിക്കാതെ ഇന്ന് രാത്രി തിരുവചന ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും വാതുറന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാട്ടെ. എന്താണ് സുവിശേഷ മഹായോഗം? എന്താണ് സുവാർത്താ സമ്മേളനമെന്ന് പറഞ്ഞാൽ അത് അനേക ഹൃദയങ്ങളിൽ ആമേൻ ശത്രു വിതച്ച വിത്തുകൾ മുഴുവൻ എടുത്ത് കളയുന്നൊരു രാത്രിയാ. തമ്പുരാന്റെ നിത്യതയുടെ വിത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇന്ന് രാത്രി വിതയ്ക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവരുടെ ആത്മഹത്യകളെ മാറ്റിക്കളയുന്ന രാത്രിയാ. ബന്ധനത്തിൽ അകപ്പെട്ടു പോയ പൈശാചിക ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ തമ്പുരാൻ അറുത്തു മാറ്റുന്ന രാത്രിയാ. തലമുറകളെ ഓർത്ത് വീർപ്പുമുട്ടി കരയുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ തലമുറകളെ ദൈവം തിരിച്ചു നൽകുന്ന രാത്രിയാണ് സുവിശേഷ മഹായോഗം എന്ന് പറയുന്നത്. പാറിപ്പറന്ന വസ്ത്രവും കീറിപ്പറിഞ്ഞ വസ്ത്രവും അവൻ അലറി കരഞ്ഞുകൊണ്ട് തുറിച്ച കണ്ണുമായി വാവിട്ട് അലറുന്ന അമ്മമാരുടെ ഹൃദയത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് ഇറങ്ങി വന്ന് തന്റെ തലമുറയെ ദൈവം തൊടുന്ന രാത്രിയാണ് സുവിശേഷ മഹായോഗത്തിന്റെ രാത്രി. നാടിന്റെ നന്മയ്ക്ക് വിരോധമായി അന്ധകാര ശക്തി ഉണ്ടാക്കിയ അതിന്റെ അമ്മിക്കയറുകളെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ് സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞാൽ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അതെങ്ങനെ അഴിക്കുന്നത്? ദൈവവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് രാത്രി ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഒരുപാട് ശുശ്രൂഷകന്മാർ വന്നിട്ടുണ്ട്, ഒരുപാട് അഭിഷേകമുള്ളവർ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദേശത്തെ കെട്ടിയ ചില കെട്ടുകൾ ഈ രാത്രി വചനത്തിന്റെ ശക്തിയാൽ, power of fire, വചനത്തിന്റെ ശക്തിയാൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ രാത്രി നമ്മൾ ഒരുമിച്ച് അഴിക്കുകയാ. രണ്ടാം സങ്കീർത്തനം അങ്ങനെ പറയുന്നത്. ആമേൻ. രാജാക്കന്മാർ തമ്മിൽ ആലോചിക്കുന്നത്, ഭൂമിയിലെ അധിപതികൾ ദൈവത്തിന്റെ അഭിഷക്തന് വിരോധമായി ആലോചിക്കുന്നത്, ഈ ഭൂമിയിലെ മുഴുവൻ ഭരണകൂടങ്ങളും ഉരുക്കുവല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച സാമ്രാജ്യ ശക്തികൾ മുഴുവൻ സുവിശേഷത്തിന് വിരോധമായി എഴുന്നേറ്റുണ്ടാക്കുന്ന സകല കെട്ടുകളെയും, എന്റെ കൂടെ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? സകല കെട്ടുകളെയും ഈ രാത്രി കത്തിച്ച് ചാമ്പലാക്കുന്ന ദൈവിക ആരാധന ഈ പന്തലിനകത്ത് വെളിപ്പെടട്ടെ. അഭിഷേകം പ്രാപിച്ച എത്ര പേർ പന്തലിൽ വന്നിട്ടുണ്ട്? അഭിഷേകം പ്രാപിച്ച എത്ര പേർ സ്റ്റേജിലുണ്ട്? ഈ രാത്രി അഭിഷേകത്തിന്റെ ശക്തിയാൽ, യെശയ്യാപ്രവചനം 10:27, അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ രാത്രി ശത്രുവിന്റെ മുഖങ്ങൾ തകരും. പവർ. ഇന്ന് രാത്രി ആരാധിക്കുക. നിങ്ങളെ കൊണ്ടുവന്നത് ആരാധിക്കാനാ, നിങ്ങളെ കൊണ്ടുവന്നത് കെട്ട് പൊട്ടിക്കാനാ, നിങ്ങളെ കൊണ്ടുവന്നത് കെട്ട് കത്തിക്കാനാ. എന്താണ് സുവിശേഷ മഹായോഗം? ആമേൻ. ഇന്ന് രാത്രി ഈ ദേശത്തിന് നന്മ, സുവിശേഷത്തിന്റെ ശക്തിയാൽ എന്തൊക്കെ സംഭവിക്കും? പ്രാർത്ഥിക്കുന്ന ശക്തിയാൽ എന്തൊക്കെ സംഭവിക്കും? പ്രാർത്ഥിക്കുമ്പോൾ മഴ നിന്നുപോയി, എന്നാൽ അതേ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ തുടങ്ങി. കൃപയുള്ളവർ എന്റെ കൂടെ വാ. പ്രാർത്ഥിച്ച് മഴ നിൽക്കും, എന്നാൽ അതേ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ തുടങ്ങി. അതേ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിയിൽ ധാന്യങ്ങൾ വിളയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന നിമിത്തം ഈ ദേശത്തെ കൃഷി സമ്പത്തുക്കൾ വർദ്ധിക്കട്ടെ. ഈ പ്രാർത്ഥന നിമിത്തം ഈ നാടിന്റെ സാമ്പത്തിക മണ്ഡലം ഉയരട്ടെ. ഈ പ്രാർത്ഥന നിമിത്തം ഈ നാട്ടിലെ അന്യായ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഈ പ്രാർത്ഥന നിമിത്തം ഈ ദേശത്തെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ പറ. വാതുറക്കുക, ദൈവത്തെ സ്തുതിക്കുക. സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞാൽ അന്യായ ബന്ധനങ്ങളെ അറുത്തുകളയുന്ന ദൈവശക്തിയാണ്. ആകാശങ്ങളെ കീറിമുറിച്ച് പുകയുന്ന പർവ്വതങ്ങളെ കൊടുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി,
പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെ ആടിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, പർവ്വതങ്ങളെ മെഴുകുപോൽ ഉരുക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, സെരുബാബേലിന്റെ മുമ്പിലെ മഹാപർവ്വതത്തെ സമഭൂമിയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ രാത്രി വചനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിനാൽ, ഈ യോഗത്തിൽ വ്യാപരിക്കുന്നതിനാൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഈ പന്തലും പരിസരവും നിറയട്ടെ. ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ശുശ്രൂഷ, ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ശുശ്രൂഷ, ആത്മീയ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന, നിന്റെ ഇതുവരെയുള്ള ചിന്താഗതികളെ മാറ്റി ഒരു വ്യത്യസ്ത തലത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വെളിപ്പെടേണ്ടതിന്. യെസ്, നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം, ആമേൻ, ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഈ ദൈവത്തിന്റെ വചനം ഇന്നേക്ക് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ എക്കലുകൾ അടിഞ്ഞു ചേരുന്നിടത്ത് വളർന്നു വന്ന ഞാങ്ങണ എന്ന് പറയുന്ന, അല്ലെ റീഡ്സ് എന്ന് പറയുന്ന പുല്ലുകൾ, അതിന് ലത്തീൻ ഭാഷയിൽ പാപ്പിറസ് എന്ന് പറയും. പാപ്പിറസ് എന്ന വാക്കിൽ നിന്നാണ് പേപ്പർ എന്ന പദമുണ്ടായത്. ഞാങ്ങണ അല്ലെങ്കിൽ പുല്ലുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതര ഞാങ്ങണ ചെടികൾ, റീഡ്സ്, അത് തണ്ട ചതച്ചൊരു പ്രതലമുണ്ടാക്കി, അതിൻ്റെ പേരാണ് പാപ്പിറസ്. ആ പ്രതലത്തിന്റെ പുറത്ത് അതിൻ്റെ തന്നെ തണ്ട് കരിച്ചെടുത്ത് എഴുതി ആരംഭിച്ച സത്യവേദ പുസ്തകത്തിന്റെ ചുരുളുകൾ, അത് പിന്നെ മൃഗത്തിന്റെ തോലുകളായി, മരത്തിന്റെ തോലുകളായി, അത് പിന്നീട് പേപ്പറായി, പ്രിന്റിങ്ങുകളായി, അത് പിന്നെ കാസറ്റായി, CD-ആയി, ചിപ്പായി, അത് വ്യത്യസ്ത തലങ്ങളിലേക്ക് വന്നതാണ്. ഇതങ്ങനെയാണ് ആരംഭിച്ചത് ഈ സത്യവേദ പുസ്തകം. ആമേൻ. ഇത് എഴുതിയവർ പലരും, ആമേൻ, ഈ ലോകത്തിന്റെ ചരിത്രത്തിനകത്ത് അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ. കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ ഈ പുസ്തകം എഴുതി, ഹല്ലേലൂയ. മീൻ പിടിക്കുന്നവൻ ഈ പുസ്തകം എഴുതി, ടാക്സ് കളക്ടർ ഈ പുസ്തകം എഴുതി, ഒന്നും അറിയാത്ത വിദ്യാഹീനനായവൻ ഈ പുസ്തകം എഴുതി, വിദ്യാസമ്പന്നൻ ഈ പുസ്തകം എഴുതി, ആമേൻ, അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ ഈ ആത്മാവിൽ ഈ പുസ്തകം എഴുതി. എന്നാൽ എപ്പിക്യൂറിസം, സ്റ്റോയിസിസം, പ്ലാറ്റോണിസം, സിനിസിസവും, ലോകത്തിലെ ദാർശനിക ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചവൻ ഈ പുസ്തകം എഴുതി. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ പുസ്തകം എഴുതിയ 40ഓളം പ്രവാചകന്മാർ, 1600 സംവത്സരം കൊണ്ട് 1159 അധ്യായങ്ങൾ, 31,173 വാക്യം, 8,10,697 വാക്കുകൾ, 35,10,484 അക്ഷരങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം, 5 യാഗങ്ങളും 7 പെരുന്നാളുകളും 8,810 വാക്തത്വങ്ങളും 2,314 ചോദ്യങ്ങളും ഒക്കെയുള്ള ഈ സത്യവേദ പുസ്തകം ഇന്ന് രാത്രികാലം ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയും, ഇത് നീ ചുമന്നാൽ, കൃപയുള്ളവർ ആരാധിച്ചോ, ഇത് നീ ചുമന്നാൽ, ഇത് ചുമക്കാൻ പോലും നിനക്ക് ആരോഗ്യമില്ലാതെ വരുമ്പോൾ ഈ പുസ്തകം നിന്നെ ചുമക്കും. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. ഈ പുസ്തകം ഒരുപാട് ഏറുകൊണ്ട പുസ്തകമാ, ഇത് ഒരുപാട് തീക്കിരയായ പുസ്തകമാ, ഇത് ഒരുപാട് പേര് തുപ്പിയ പുസ്തകമാ, ഇത് ഒരുപാട് പേര് വലിച്ചു കീറിയ പുസ്തകമാ, ഇത് ഒരുപാട് ജയിലുകൾ കണ്ട പുസ്തകമാ, ഒരുപാട് കാരാഗ്രഹത്തെ കിടന്ന പുസ്തകമാ, ഒരുപാട് ഭരണാധിപന്മാർ വലിച്ചെറിഞ്ഞ പുസ്തകമാ, ഒരുപാട് തീക്കകത്തിട്ട പുസ്തകമാ. എന്നാൽ ഈ പുസ്തകം അതൊക്കെ അനുഭവിച്ചപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാ, ഏറ്റവും ജീവിതങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കിയ പുസ്തകമാ, ഒരുപാട് കുടുംബങ്ങളെ മാന്യത കൊണ്ടുവന്ന പുസ്തകമാ, ഭരണത്തെ മാറ്റിയ പുസ്തകമാ, രാജാക്കന്മാരെ താഴെ ഇറക്കിയ പുസ്തകമാ, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച പുസ്തകമാ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്ക. വാതുറന്നൊരു ആമേനെങ്കിലും പറ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട നിനക്ക് ഇത് കേട്ടാ ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട്, നിനക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? ഇത് കേട്ടാൽ നിനക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത പറയാ, ഇത് എന്നെ ഞാനാക്കിയ പുസ്തകമാ, എനിക്ക് അഡ്രസ് ഉണ്ടാക്കി തന്ന പുസ്തകമാ, നിനക്കൊരു പേരുണ്ടാക്കിയത് ഈ പുസ്തകമാ, നിനക്കൊരു കുടുംബം തന്നത് ഈ പുസ്തകമാ, നിന്റെ തലമുറയെ മാനിച്ചത് ഈ പുസ്തകമാ. ഓ, എന്റെ കൂടെ വാ, എന്റെ കൂടെ
കൂടവാ. ആമേൻ. നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം തന്നത് ഈ പുസ്തകമാ. ഈ പുസ്തകമാണ് അന്ധകാര ജടിലമായ വിശ്വാസങ്ങളെ കടപുഴുകി വലിച്ചെറിഞ്ഞ പുസ്തകം. വാഴപ്പിണ്ടി വെട്ടി അരിയുന്നത് പോലെ ദുരുപദേശങ്ങളെ, മന്ത്രവാദങ്ങളെ, അന്ധകാര ശക്തികളെ, ബലിപീഠങ്ങളെ, വിഗ്രഹ ശക്തികളെ അരിഞ്ഞെറിഞ്ഞ് കത്തിച്ച് ചാമ്പലാക്കിയ ലോകത്തിലെ ഏക പുസ്തകമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എബ്രഹാം ഉയർത്തിപ്പിടിച്ച ഈ സത്യവേദ പുസ്തകമായതുകൊണ്ട് എന്റെ കൂടെ ആരാധിക്കേണ്ടവർ ആരാധിച്ചു. ഇന്ന് രാത്രി ഈ പുസ്തകം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഈ പുസ്തകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഈ പുസ്തകം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു അന്ധകാരത്തിന്, ഒരു ബാധയ്ക്ക് നിന്റെ കൂടാരത്തിന് അടുത്തു വരാൻ പറ്റില്ല. ഈ പുസ്തകത്തിന്റെ ശക്തി അത് തിരിച്ചറിഞ്ഞവർ ഹല്ലേലൂയ കേൾക്കട്ടെ. ഈ പുസ്തകത്തിന്റെ ശക്തി അത് തിരിച്ചറിഞ്ഞവരുടെ ഹല്ലേലൂയ കേൾക്കട്ടെ. തീർന്നില്ല. ഇന്ത്യയുടെ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയുൾപ്പെടെയുള്ള തെക്കൻ മേഖലകളിൽ ചിരട്ടയ്ക്കകത്ത് താഴ്ന്ന ജാതിക്കാരന് ചായ ഒഴിച്ചു കൊടുത്തൊരു കാലഘട്ടമുണ്ട്. അധികൃതൻ തീണ്ടലും തൊട്ടാൽ കൊള്ളിയും കറുത്തവനെ വെളുത്തവനെ തമ്മിൽ വേർതിരിച്ച്, അധികൃതനെയും വരേണ്യനെയും സവർണനെയും അവർണനെയും വേർതിരിച്ച് വല്ലാത്തൊരു കാലഘട്ടം. ഇന്ന് രാത്രി കേട്ടോ, ചിരട്ടയ്ക്കകത്ത് ചായ കുടിച്ചവനെ ജാതിയുടെ പേര് പറഞ്ഞ് ലോകം തള്ളി നിർത്തിയപ്പോൾ അവനെ ക്ലാസ്സിനകത്ത് ചായ കുടിക്കാൻ അനുവാദം കൊടുത്തത് ഈ പുസ്തകമാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, താണ ജാതിക്കാരന് നിലത്ത് ഒടിയെടുത്ത് തേക്കലയിട്ട് ചോറ് കൊടുത്ത നാടാ തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖലകള്. എന്നാൽ അവനെ പ്ലേറ്റിനകത്ത് ചോറുണ്ണാൻ അനുവാദം കൊടുത്തത് ഈ സുവിശേഷത്തിന്റെ പുസ്തകമാണെന്ന്. പോരാ, അതിന്റെ സന്തോഷമൊന്നും പോരാ. ഇന്ന് രാത്രിക്കാല ഈ പുസ്തകമാ. എന്തിനേറെ സഹോദരിമാരെ, ഒന്ന് നല്ലപോലെ ആരാധിച്ചോ. നിങ്ങൾ ഇന്ന് ഉടുത്തിരിക്കുന്ന വസ്ത്രം ഉടുക്കാൻ അനുവാദമില്ലാത്ത നാടായിരുന്നു കേരളം. സ്ത്രീകൾക്ക്, പാവപ്പെട്ടവൻ, അധികൃതന് അവരുടെ പെണ്ണുങ്ങൾക്ക് ശരീരം മുഴുവൻ മറയ്ക്കാൻ അനുവാദമില്ലാത്ത നാടായിരുന്നു കേരളം. എന്നാൽ നിനക്ക് മറയ്ക്കാൻ അനുവാദം തന്നതോ, നിനക്ക് തുണി കൊടുക്കാൻ അനുവാദം തന്നതോ, നിനക്ക് നന്നായി നടക്കാൻ അനുവാദം തന്നത് ഈ പുസ്തകം വന്നതുകൊണ്ടാണ്. എന്റെ കൂടെ വാ. പള്ളി ഉണ്ടായപ്പോഴാണ് പള്ളിക്കൂടം ഉണ്ടായത്. പള്ളിക്കൂടം ഉണ്ടായപ്പോഴാണ് നിന്റെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ചത്. നിന്റെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ചപ്പോഴാണ് ഡിഗ്രി കിട്ടിയത്. ഡിഗ്രി കിട്ടിയപ്പോഴാണ് നഴ്സിംഗ് പഠിച്ചത്. അപ്പോഴാണ് അവർ OET എഴുതിയത്. അപ്പോഴാണ് അവർ ഇംഗ്ലണ്ടിൽ പോയത്. അപ്പോഴാണ് അവർ അമേരിക്ക പോയത്. അപ്പോഴാണ് അവർ ഓരോ രാജ്യങ്ങളിൽ പോയത്. നിന്റെ തലമുറയ്ക്ക് ഡിഗ്രി കൊടുത്ത, നിന്റെ തലമുറയ്ക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത, നിന്റെ തലമുറയെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഒരു ചരിത്രം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരൻ. ഇവിടെ വന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ല. ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നതെല്ലാം നല്ലതാന്ന് പറഞ്ഞില്ല. അവൻ കൊണ്ടുപോയതെല്ലാം നല്ലതാന്ന് പറഞ്ഞില്ല. പക്ഷെ അവൻ കൊണ്ടുവന്നതിൽ ഒരു നല്ലതുണ്ടായിരുന്നു. അത് സത്യവേദ പുസ്തകം. അത് മിഷണറിമാർ കൊണ്ടുവന്ന സത്യവേദ പുസ്തകം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക, ഇത് പ്രസംഗിക്ക, ഇത് പ്രചരിപ്പിക്ക, ഇത് ഉയർത്തിപ്പിടിക്ക. ദൈവം തന്ന അവസരം ഇന്ന് രാത്രികാലം എന്റെ എബ്രഹാം ഇന്നിവിടെ നിൽക്കാൻ കാരണം ഈ സത്യവേദ പുസ്തകമാ. എന്നെ മാനിച്ചത് പുസ്തകമാ. എനിക്ക് ജീവിതം ഉണ്ടാക്കുന്ന പുസ്തകമാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, പ്രാർത്ഥിച്ചോ. ഈ രാത്രി പുസ്തകം നിന്റെ അഡ്രസ് മാറ്റാൻ പോകുക. ഈ രാത്രി പുസ്തകം നിന്റെ ജീവിതം മാറ്റാൻ പോകുക. ആർക്കും വേണ്ടാത്ത നിന്നെ, എല്ലാവരും വലിച്ചെറിഞ്ഞ നിന്നെ, എല്ലാവരും പുറന്തള്ളിയ നിന്നെ ഉള്ളവനാക്കി മാറ്റുന്ന, നല്ലവനാക്കി മാറ്റുന്ന, എല്ലാവർക്കും പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന, എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം, ഹോളി ബൈബിൾ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് നീ വന്നിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം. കൃപയുള്ളവർ അവൻ ചാടി എഴുന്നേറ്റ് പിടിച്ചോണമെന്ന് വേണം ഞാൻ പറയാം. ഹല്ലേലൂയ. ഇരുന്നോണ്ടൊന്നും അല്ല ദൂത് പിടിക്കേണ്ടത്. സ്വർഗത്തിലെ തമ്പുരാനൊരു ദൂത് പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് മേടിച്ചോണമെന്നാ ഞാൻ പറഞ്ഞത്. ചാടി എഴുന്നേറ്റ് ഇന്ന് രാത്രി ദൂത് പറയാൻ പോവാ. ഇന്നലെ വരെ പരാജയപ്പെട്ടിരുന്ന നിന്റെ കുടുംബത്തെ, ഇന്നലെ വരെ തോൽവിയുടെ കഥ പറഞ്ഞ നിന്റെ കുടുംബത്തെ, ഇന്നലെ വരെ കടഭാരങ്ങളുടെ കഥ പറഞ്ഞ നിന്റെ കുടുംബത്തെ
ഇന്ന് രാത്രി ഒറ്റ യോഗം കൊണ്ട്, ഇന്ന് രാത്രി ഒറ്റ സുവിശേഷ യോഗം കൊണ്ട് അത് അത്ഭുതമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ, ആ ദൂത് എന്നോടാണെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഒന്ന് ചാടി പിടിക്കാൻ മനസ്സുള്ളവർ ഇതിനകത്ത് എത്ര പേരുണ്ട്? ആ ദൂത് എന്നോടാ, ആ ദൂത് എന്നോടാന്ന് പറ, ആ ദൂത് എന്നോടാന്ന് പറഞ്ഞ് ഒന്ന് ചാടി പിടിക്കാൻ. ആ ദൂത് എന്നോടാ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ഒരാഴ്ചത്തെ കൺവെൻഷനൊന്നും വേണ്ട, ഒരു മുഴുവൻ പ്രസംഗവും വേണ്ട, ഒരൊറ്റ ദൂത് മതി. കാന്തം ഇരുമ്പിനായിട്ട് കണക്ട് ചെയ്യാൻ. ആമേൻ, ഹല്ലേലൂയ. കാന്തം ഇരുമ്പിന്റെ അടുത്തോട്ട് വരണ്ട, കാന്തം ഇരുമ്പിന്റെ അടുത്തോട്ട് വരണ്ട. ആമേൻ. നീ ആ കാന്തത്തിന്റെ അടുത്തോടൊന്ന് പോയാ മതി, ചാടി പിടിക്കും. ഇന്ന് രാത്രി നീ ആ തമ്പുരാനിലാ ഇതിനകത്തെ പന്തലിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ രക്തസ്രാവക്കാരി, ആ രക്തസ്രാവക്കാരി അവളൊരു ചാടി ഒരു പിടിപിടിച്ചു. അത് വസ്ത്രത്തിന്റെ ഒരു അറ്റത്തായിരുന്നു. മതി മതി. ആമേ. കാന്തത്തിന് വാലോ തലയോ വല്ലതും ഉണ്ടോ? ഞാൻ കാന്തത്തിന്റെ വാലല്ല പിടിച്ചേ, വേറെ ആൾ പറയും ഞാൻ കാന്തത്തിന്റെ തലയല്ല പിടിച്ചേ, അങ്ങനെ വല്ലതും ഉണ്ടോ? കാന്തത്തിന്റെ എവിടെ തൊട്ടാലും വലിക്കും. അവള് പറയാ ഞാൻ ആ കാന്തത്തിന്റെ തുണിയുടെ അറ്റത്താ പിടിച്ചെന്ന്. മതിയല്ലോ. ഇന്ന് രാത്രി മാറ്റിമറിക്കുന്ന രാത്രിയാ, കൃപ നിറഞ്ഞ രാത്രിയാ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കാം യെശയ്യാപ്രവചനം 45-ാം അധ്യായം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 22-ാമത്തെ വാക്യം. യെസ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എൻ്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. എത്രാമത്തെ വാക്യം വായിച്ചേ? മൈക്ക് കൂടെ പറ. 23. ഞാൻ 22 വായിക്കാനല്ലേ പറഞ്ഞു. 2 മുതൽ 23. ഞാൻ 22 വായിക്കാൻ പറഞ്ഞുള്ളത് ഒന്നുകൂടെ വായിച്ചു. ഇനി വായിക്കുന്ന വാക്യമൊന്നും പറയാത്തൊന്നും വായിക്കല്ലേ. ബൈബിളിന് അങ്ങോട്ട് പ്രശ്നവും കൂടെ ഉണ്ട്. അതിൻ്റെ അടുത്ത വാക്യമൊക്കെ ചിലപ്പോൾ പറിച്ചായിട്ട് വായിക്കേണ്ടാത്തതായിരിക്കും. അതുകൊണ്ട് 45-22 ഒന്നുകൂടെ വായിച്ചു. സകല ഭൂസീമാവാസികളുമായുള്ളവര്. അതിങ്ങനെ വേണം വായിക്കാൻ. ഞാനിപ്പോ പറഞ്ഞ പോലെ. ഇല്ലാതെ പിന്നെ എങ്ങനെ കേൾക്കും ആൾക്കാർ? ഏദൻ തോട്ടത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ട് കുറ്റിക്കാട്ടിനകത്തിരിക്കുന്ന ആദാമിനെ ദൈവം വിളിച്ചു, മനുഷ്യ. അവൻ കേട്ടോ? ഇല്ല. അന്ന് മുതലാണ് മൈക്ക് വെക്കേണ്ടി വന്നത്. ഈ മനുഷ്യനെ വിളിക്കുന്നിടത്ത് ഇല്ലാതെ വന്നപ്പോഴാണ് മൈക്ക് ബോക്സുകൾ പിന്നെയും 150 കോളാമ്പി 200 കോളാമ്പി ഒക്കെ വെക്കേണ്ടി വന്ന. അങ്ങനെ കാരണം ഇവൻ വിളിക്കുന്നത് കാണണ്ടേ. ഇവൻ അങ്ങോട്ട് ഇറങ്ങി വരാനും പറ്റുകയല്ല. എന്നാന്നൊരു ഉടുപ്പില്ല. ഈ ദൈവവചനമൊക്കെ പ്രസംഗിക്കുന്നിടത്ത് ആരാധിക്കുന്നിടത്തും ഫ്രണ്ടിലോട്ട് വരികയോ നല്ലപോലെ സ്തോത്രം പറയാത്തവരെ സൂക്ഷിച്ചോണം. എന്തോ ഒന്നില്ല അവർക്ക്. ഉടുപ്പില്ലെന്നൊന്നും ഞാൻ പറയല്ല, മുമ്പോട്ട് വരാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം അവർക്കുണ്ട്. അല്ലേ? എത്ര വിളിച്ചാലും ഒരു സ്തോത്രമൊന്നും പറയാൻ മുമ്പോട്ട് വരില്ലല്ലോ. സ്തോത്രാഴ്ച എടുക്കാൻ തന്നെ ചിലരെ വിളിച്ചാൽ അന്നേരം ഓർത്തോണം കുറ്റിക്കാട്ടില്ലാന്ന്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സകല ഭൂസീമാവാസികളുമായുള്ളവര് എവിടെ മുതൽ പ്രസംഗിക്കണം? അമ്മ ഞാൻ എൻ്റെ അടുത്ത വാക്യം വായിച്ചേ. എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൻ. രക്ഷപ്പെടുവിൻ. എന്താ ചെയ്യണം? എങ്കിലേക്ക് എന്നാ ചെയ്യണം? രക്ഷപ്പെടുവിൻ. അല്ല, എങ്കിലേക്ക് രക്ഷപ്പെടണമെന്നല്ല. എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൻ. എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൻ. ആ 3 അക്ഷരം എന്ന് പറഞ്ഞേ. എങ്കിലേക്ക് തിരിഞ്ഞു. അതങ്ങ് വല്ലാണങ്ങ് കുറഞ്ഞു പോയല്ലോ. തിരിഞ്ഞ് എങ്കിലേക്ക് എന്ത് ചെയ്യണം? Turn to me. എങ്കിലേക്ക് ഒന്ന് തിരിയാൻ.
എനിക്ക് വാക്യമൊക്കെ പറയുമ്പോൾ 1000 നാക്ക. അതിൻ്റെ പേരാണ് മാനസാന്തരം. ഓ, ഇന്ന് രാത്രി അതിൻ്റെ പേരാ മാനസാന്തരം. ദൈവത്തിലേക്ക് തിരിയാൻ. സ്തോത്രം പറ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്തോ ചെയ്യാനാ? എന്ത് മൈക്കും വായനയൊക്കെ രക്ഷപ്പെടുവിൻ. ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മൈക്ക് ആർക്കെങ്കിലും ലിസ്റ്റും കൂടെ വേറെ ആർക്കെങ്കിലും കൊടുത്തു. എൻ്റെ കൂടെ ഇരുന്ന നീ ഒരു ചെറിയ പ്രസംഗകയാകും. കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ആദ്യത്തെ 3 അക്ഷരം തന്നെ ഇന്ന് രാത്രി പറഞ്ഞാൽ തീരത്തില്ല. അവൻ എന്നോടാണ് സംഘാടകർ പറഞ്ഞാൽ ഒറ്റ ദിവസത്തേക്കുള്ളൂ 11:45 ആശീർവാദം പറയണമെന്നാണ്. എനിക്കറിയത്തില്ല ഇതെല്ലാം കൂടെ ഇപ്പോൾ തീരുമെന്ന്. ശ്വാസം വിട്ടിട്ടില്ല അധ്യക്ഷൻ. 11 കാരണം നാളെ മീറ്റിംഗ് ഇല്ലല്ലോ. അപ്പം ഇന്ന് 11:45 നിർത്തണമെന്ന്. ചില മുഖമൊക്കെ തേനീച്ച കുത്തിയ പോലെ വീർത്തല്ലോ. സ്വത്രമാണാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. ആമേൻ. കർത്താവിലേക്ക് ആരൊക്കെ തിരിയണം? ആര് തിരിയണം? ഉത്തരം സകല ഭൂസീമവാസികളും. 5 ഭൂഖണ്ഡങ്ങളും തിരിയണം. ലോകത്തിൽ 800 കോടി ജനങ്ങളും തിരിയണം. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകൾ തിരിയണം. 144 കോടി ജനങ്ങൾ തിരിയണം. 786 ജില്ലകൾ തിരിയണം. 6,65,000 ഗ്രാമങ്ങൾ തിരിയണം. ലോകത്തിലെ 7,492 ഭാഷക്കാർ തിരിയണം. കേരളത്തിലെ 14 ജില്ലകൾ തിരിയണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ തിരിയണം. ഇന്ന് രാത്രി സകല ഭൂസീമവാസികൾ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മാനസാന്തരത്തിനകത്ത് ഇന്ന് രാത്രികാല വ്യത്യാസങ്ങളില്ല. അതിനകത്ത് ഇന്നാരെന്നില്ല. ഇന്ന് രാത്രികാല സകലരും തിരിയണം. ചണ്ടാളൻ, പ്ലവങ്കൻ, മാഗതൻ, ജഗതമൻ, സാരമയൻ, ക്ഷുദ്രൻ, വൈശ്യൻ, ശകൻ, ദാസൻ, മറവൻ, കുറവൻ, പുലയൻ, ഹിൽത്തേൻ, മോവാബൻ, അമോന്യൻ, ഗിർഗസ്യൻ, എബൂസ്യൻ, പെരീസ്യൻ എന്ന് വേണ്ട. കാട്ടത്തിയുടെ മുകളിൽ സക്കായി, നാട്ടത്തിയുടെ ചവിട്ടുന്ന അഥനിയൽ, അർദ്ധരാത്രിക്ക് വന്ന നിക്കോദിമോസ്, പട്ടാപ്പകൽ വന്ന ശമരിയക്കാരത്തെ, മീൻ പിടിക്കുന്ന പത്രോസ്, ടാക്സി പിടിക്കുന്ന മത്തായി, എല്ലാവരും തിരിയണം. ആലീസും ആമിനെയും ആനന്ദവല്ലിയും തിരിയണം. മത്തായി, മാധവനും മൈതേനും തിരിയണം. കാമാക്ഷിയും ഭൂമാക്ഷിയും മീനാക്ഷിയും വിശാലാക്ഷി എല്ലാ അക്ഷിയും തിരിയണം. പ്രൈസലോ. ഇന്ന് രാത്രി കാലം എല്ലാവരും കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചോ. സകലരും നീ മനുഷ്യനാണോ? നീ ജീവനുള്ളവനാണോ? ഇന്ന് രാത്രി കാലം നീ ദൈവത്തിലേക്ക് തിരിയാൻ സകല ഭൂസീമവാസികളും. ഇത് പരിവർത്തനത്തിന്റെ ദൈവശാസ്ത്രം. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന വിമോചനത്തിന്റെ ദൈവശാസ്ത്രം. ഇന്ന് രാത്രികാല സകല മനുഷ്യരും തിരിഞ്ഞേ മതിയാകൂ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സമ്പത്തെ അമേൻ. സ്തോത്രം. മോണിട്ട് ഇച്ചിരി കൂട്ടിയിട്ട് റീവർ വിട്ടിട്ട് ഇച്ചിരി ബേസോട് കൂട്ടിയിട്ട് എന്നിട്ട് ഉണ്ടായിരുന്നു ആരാച്ചോ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ മനസ്സ് ഇച്ചിരി റീവർ വിട്ട ഇച്ചിരി റീവർ മോണിട്ടില്ല. അമേൻ. ഇച്ചിരി ബേസോട് കൂട്ടി. അമേൻ. ഒന്ന് കൂട്ടിയിട്ടോ. അമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പന്തലിൽ ഇരിക്കുന്നവർ മുഴുവൻ പറ, ഈ കൺവെൻഷൻ മുഖാന്തരം, ഈ സുവിശേഷം മുഖാന്തരം ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറ, പാടുന്നവരും പറ, ആരാധിക്കുന്നവരും പറ, ഒരുമിച്ച് പറ, കർത്താവേ ഈ സുവിശേഷം മുഖാന്തരം, ഈ ഓൺലൈനിലൂടെ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നവർ, നാളെ കേൾക്കാൻ പോകുന്നവർ, ഇത് റെക്കോർഡ് ചെയ്ത് നാളത്തെ ദിവസങ്ങളിൽ തുടർമാനം ആ ദിവസങ്ങളിൽ കേൾക്കുന്നവർ, ഒരാൾ പോലും ഇല്ലാതെ മുഴുവൻ പേരും സകല മനുഷ്യരും അവർ ദൈവത്തിങ്കലേക്ക് തിരിയണം. ആമേൻ. എപ്പോഴാ പച്ചവെള്ളം വീഞ്ഞായത്? എപ്പോഴാ പച്ചവെള്ളം വീഞ്ഞായത്? ഉത്തരം, ഒഴുകിക്കൊണ്ടിരുന്ന വീഞ്ഞാകത്തില്ല. വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാൽ എന്താകത്തില്ല? വീഞ്ഞാകത്തില്ല. പാത്രത്തിൽ കയറണം. എവിടെ കയറണം? പാത്രത്തിൽ കയറണം. അതെന്താ പാത്രത്തിൽ കയറുക? പാത്രം നിയമമാണ്. പാത്രത്തിന് എന്തുണ്ട്? വക്കുണ്ട്. പാത്രത്തിന് എന്തുണ്ട്? അതിരുണ്ട്. പാത്രത്തിന് എന്തുണ്ട്? ചിലതാണ് പറഞ്ഞത്, നിങ്ങളുടെ സഭയിലോട്ട് ഞങ്ങൾ വരുന്നില്ല. എന്താ? ഞങ്ങൾക്ക് ഇങ്ങനെ ഒഴുകി നടക്കുന്നതാ ഇഷ്ടം. ആമേൻ. സഭയിൽ വന്നാൽ എന്തുണ്ട്? സഭയിൽ ഉപദേശമുണ്ട്. സഭയിൽ എന്തുണ്ട്? അതിരുണ്ട്. സഭ പാത്രമാ. സഭ പാത്രമാ.
നീ ഒഴുകുന്നിടത്തോളം കാലം നിന്റെ പേര് പച്ചവെള്ളം. നീ സഭയ്ക്കകത്ത് കയറിയാൽ നിന്റെ പേര് വീഞ്ഞ്. ഓ, കൃപയുള്ളവർ ആരാധിക്കുക. നീ ഒഴുകിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിന്റെ പേര് പച്ചവെള്ളമെന്ന. നീ ഏത് വലിയ നദിയാണേലും, നീ ഗംഗയാണേലും യമുനയാണേലും സിന്ധു ആണേലും ബ്രഹ്മപുത്രയാണേലും നിന്റെ പേര് പച്ചവെള്ളം. പക്ഷെ നീ ഒരു പാത്രത്തിൽ കയറിക്ക്. 25 പേരുള്ള സഭയാണെങ്കിലും 50 പേരുള്ള സഭയാണെങ്കിലും നിയമത്തിനകത്ത് കയറിയാൽ അവൻ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് വാക്കോളം നിറയ്ക്കാൻ. എങ്ങനെ നിറയ്ക്കാനാ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്നാ? വാക്കുള്ളിടത്തേ പോകാവൂ. വാക്കുള്ള സഭയിൽ വേണം ആരാധനയ്ക്ക് പോകാൻ. ഒരു വാക്കും ഇല്ലാതെ ആമേൻ. മുറ്റത്തിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചിട്ട് ലാസ്റ്റ് പുള്ളിക്ക് പുക കളയാൻ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് താഴോട്ടിട്ട് ചവച്ചു അകത്തോട്ട് കയറുന്നു. ഓ, കാരണം അവിടെ ഒരു വാക്കുമില്ല. അവിടെ പുക വലിക്കുന്നവനും കയറാം. ഞാൻ ചോദിക്കുന്നു, സകല ഭൂസീമവാസികളുമേ, ബൈബിള് പ്രസംഗിക്കുന്ന കേരളത്തിലെ സഭയോടാ ചോദ്യം. ചുണയുണ്ടോ നിനക്ക് നിന്റെ സഭയുടെ മുമ്പിൽ ഒരു ഫ്ലക്സ് വെക്കാൻ? ഏത് ഫ്ലക്സ്? മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും മേലാൽ ഈ സഭയ്ക്കകത്ത് കയറരുത്. നിന്റെ സഭ കാര്യമായിരിക്കും. ചിരിക്കി 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 ചിരിക്കി, എല്ലാവരും ചിരിക്കി. ചോണയുണ്ടോ? വെക്കാം, ഞാൻ വെക്കാം. കെ അബ്രാഹ്മണ സഭയുടെ വെക്കാം. അവൻ എന്റെ സഭയിൽ ഇരിക്കാൻ കസേര കാണുകയല്ല. ഇത് വാക്കുള്ളതാ. അവൻ ഇന്ന് രാത്രി സകല ഭൂസ്വാമ്യവാസികളുമേ ദൈവത്തിലേക്ക് തിരിയണം. അതാണ് പരിവർത്തനത്തിന്റെ ദൈവശാസ്ത്രം. ആമേൻ. സ്തോത്രം പറ. ഹല്ലേലൂയ. ചൊല്ലി പറയുന്നത് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാ. ആര് ആര് നടത്തിയിട്ടുണ്ടോ മതപരിവർത്തനം? എന്ന് കുഞ്ഞെ, ഈ പരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നില്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്നവർ ഇന്ത്യ ഭരിക്കുകയല്ല. ഇത് ഓൺലൈനാണ്, ലോകം മുഴുവൻ കേൾക്കുന്ന. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ വേറൊരു പാർട്ടി ഭരിക്കണമെങ്കിൽ വോട്ട് ചെയ്തവന് പരിവർത്തനം വന്നോ ഇല്ലയോ? ഉത്തരം പറ. പരിവർത്തനം വേണ്ടെങ്കിൽ, പരിവർത്തനം വേണ്ട, പരിവർത്തനം ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞാൽ കച്ചവടം തീർന്നല്ലോ. ആമേൻ. സ്തോത്രം. പരിവർത്തനം നടക്കുന്നത് പുറമേ അല്ല, പരിവർത്തനം അകത്താണ് നടക്കുന്നത്. ആമേൻ. എന്താ പരിവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതൊന്നും നമ്മൾ ആരോടും പറയണ്ട. ബസ്സിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കൈ പുറത്തോട്ടിരുന്നതാണോ പ്രശ്നം? ആണോ? അല്ല. പുകവലിക്കുന്നതാണോ പ്രശ്നം? ഇത് രണ്ടുമല്ല എഴുതി വെച്ചേക്കുന്നത്. കയ്യും തലയും പുറത്തോട്ടരുത്, പുക വലിക്കരുത്. സത്യത്തിൽ ബസ്സിനകത്ത് എന്താ എഴുതി വെക്കണ്ടേ? ഛർദ്ദിക്കരുത് എന്നല്ലേ എഴുതണ്ടേ? ആണോ പാസ്റ്ററെ? ഏറ്റവും വലിയ പ്രശ്നം ബസ്സിനകത്ത് എന്തുവാ? ഛർദ്ദിക്കരുത്. ബസ്സിനകത്ത് കയറുന്നവർ എന്ത് ചെയ്യരുത്? ഛർദ്ദിക്കരുത്. മുമ്പിലിരിക്കുന്നവർ ഛർദ്ദിച്ച് പുറകിലിരിക്കുന്നവർ പ്രശ്നം. എന്താ എഴുതി വെക്കാത്ത? ഏത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഏത് ബസ്സിനകത്ത് ഛർദ്ദിക്ക് എഴുതി വെച്ചാലും ഛർദ്ദിക്കേണ്ടവൻ ഛർദ്ദിച്ചിരിക്കും, ബോർഡ് അവൻ ഛർദ്ദിച്ച് കഴിഞ്ഞേ നോക്കൂ. കാരണം ഇത് അകത്തുനിന്ന് വരുന്ന സാധനമാണ്. ഇതൊന്നും ബോർഡ് വായിച്ചാൽ ഒരാൾക്ക് ഛർദ്ദിൽ വന്നു ഉടനെ ബോർഡ് വായിച്ചു. ഇത് ബോർഡൊന്നും വായിച്ചാലൊന്നും പിടിച്ചാൽ നിൽക്കുകയല്ലെന്ന്. പരിവർത്തനം വരേണ്ടവൻ എവിടെയാണെങ്കിലും വന്നിരിക്കും. ഇന്ന് രാത്രിയും അവന് വന്നിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവത്തെങ്കിലേക്ക് ഒരാൾ തിരിയാൻ തീരുമാനിച്ചാൽ, കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചോ, ദൈവത്തെങ്കിലേക്ക് ഒരാൾ തിരിയാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരു ശക്തിക്കും അവനെ തടയാൻ പറ്റില്ല. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട് പോകാം. നമുക്ക് ആരൊക്കെ ദൈവത്തെങ്കിലേക്ക് തിരിയണം? ഞാൻ ഇന്ന് രാത്രി ചില വചനങ്ങളിലേക്ക് കടക്കുക. കൃപയുള്ളവർ എൻ്റെ കൂടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയ പരിവർത്തനം, സാമൂഹ്യ പരിവർത്തനം, മതപരിവർത്തനം, ആമേൻ. വസ്ത്രത്തിൽ പരിവർത്തനം ഉണ്ടായില്ലേ? വസ്ത്രത്തിൽ ഉണ്ടായി. പണ്ടുടുത്തത് വല്ലാണോ ഇപ്പോൾ ഉടുക്കുന്നത്? അല്ല. പണ്ടിട്ട ഡ്രസ്സ് വല്ലാണോ ഇപ്പോൾ ഇടുന്നല്ല. വസ്ത്രത്തിൽ പരിവർത്തനം ഉണ്ടായി. പണ്ടത്തെ ഭക്ഷണമാണോ ഇപ്പോൾ? അല്ല. ആമേൻ. ഇപ്പോഴത്തെ ഭക്ഷണമൊക്കെ മാറി. ഭക്ഷണത്തിൽ പരിവർത്തനമുണ്ടായി. ആമേൻ. തലമുടി വെട്ടുന്നതിൽ പരിവർത്തനമുണ്ടായി. നടപ്പിൽ പരിവർത്തനമുണ്ടായി. ആമേൻ. പാട്ടിൽ പരിവർത്തനമുണ്ടായി. ഇൻസ്ട്രുമെന്റ്സിൽ പരിവർത്തനമുണ്ടായി. എല്ലാ മേഖലകളിലും പരിവർത്തനമുണ്ടായി. വേണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ചെറുപ്പക്കാരനെങ്കിലും ഇന്ത്യയിലുണ്ടോ പരിവർത്തനം വേണ്ട? പറയാമോ?
അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ ട്രിപ്പിളെ ഇവിടെ വെക്കാൻ പറ്റൂ. ട്രിപ്പിൾ എന്ന് പറയുന്ന സാധനമില്ലേ, ഈ 3 വട്ടമുള്ള സാധനം, അതിൻ്റെ പരിവർത്തനം വന്ന ഐറ്റമാണ് ഈ ഇരിക്കുന്ന പാഡും സാമ്പിളറൊക്കെ. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിവർത്തനം വന്നു. പരിവർത്തനം വന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ഒരു പക്ഷേ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച് മറ്റു പലതുമാണ്. ഇഴിക്കുന്നൊരു 40 വയസ്സിൽ കൂടുതലുള്ള സകല സഹോദരിമാരും ചട്ടയം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നേ. അമേൻ, സ്തോത്രം. അല്ലെങ്കിൽ സാരി, ചുരിദാറൊക്കെ എന്നാ ഉണ്ടായേ. എല്ലാം പരിവർത്തനത്തിൻ്റെ. സാമൂഹ്യ പരിവർത്തനം ഉണ്ടായി, വസ്ത്രത്തിൽ പരിവർത്തനം മാത്രമല്ല, ഭക്ഷണത്തിൽ പരിവർത്തനം ഉണ്ടായി. പോട്ടെ, ഞാൻ അവിടേക്ക് നിൽക്കുന്നില്ല. ആർക്കൊക്കെ പരിവർത്തനം ഉണ്ടാകണം? നമുക്ക് ഓരോന്ന് വായിച്ചു തുടങ്ങാം. 1 കൊരിന്ത്യർ 2-14 വാക്യം മുതൽ തുടങ്ങാം. ഇന്ന് രാത്രി ഒറ്റ ദിവസത്തെ മീറ്റിംഗേ ഉള്ളൂ. ഇതൊരു ശക്തമായ, ലളിതമായത്, എന്നാൽ വളരെ കൃത്യമായ ഒരു സുവിശേഷ മഹായോഗമാണ്. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. 100% സുവിശേഷം. ആമേൻ. ദൈവത്തിന്റെ വചനം, യേശുവിന്റെ വചനം, മാനസാന്തരത്തിന്റെ വചനം ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രസംഗത്തിന്റെ ആഗ്രഹം, ഈ പ്രസംഗകന്റെ ആഗ്രഹം. അതിലേക്ക് അടക്കുകയാണ്. 1 കൊരിന്ത്യർ 2:14 വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആരാണ് ഈ പ്രാകൃതൻ മനുഷ്യൻ? കാർഡിനൽ മാൻ. അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവന് സ്വന്തം ഇഷ്ടത്തിലാണ് താല്പര്യം. അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് ഇഷ്ടം. അവന് പരിശുദ്ധാത്മാ പറയുന്നതിനോട് താല്പര്യമില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിട്ട് വീട്ടിൽ ചെന്ന് ആമേൻ, ഭാര്യയോട് ഭർത്താവിനോട് വീട്ടിലേക്ക് അമ്മച്ചി ചോദിച്ചു, മക്കളെ ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു? ആരാധന പോയ മക്കൾ പറഞ്ഞു, ആരാധന കഴിഞ്ഞ അമ്മച്ചി ചെന്ന, ഞങ്ങൾ ഇച്ചിരി താമസിച്ചാണ് ചെന്നത്. പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? അവര് പറഞ്ഞു, ഞങ്ങൾ അതിനു മുമ്പ് പോന്നു. എപ്പോഴാ ചെന്ന്? ആരാധന കഴിഞ്ഞാണ് ചെന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, പ്രസംഗോ ഞങ്ങൾ അതിനു മുമ്പ് പോന്നു. ഉടനെ പറഞ്ഞു, മക്കളെ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അന്നേരം ഞാൻ 2-3 പ്രാവശ്യം വെള്ളം കുടിക്കാൻ പോയി. ചിലർക്ക് അങ്ങനെ 5-6 പ്രാവശ്യം വെള്ളം കുടിച്ചാലേ ഇരിക്കാൻ പറ്റും. ഒന്ന് സ്വത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ചുരുക്കി പറഞ്ഞാൽ ഇവര് വെറുതെ പോയതാ പള്ളിക്ക്. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ആമേൻ, ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്യാൻ, പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിക്കാൻ ഒന്ന് ഇരുന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. The cardinal man. ആമേൻ. ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, ഉപദേശത്തോട് താല്പര്യമില്ല. ദൈവത്തിന്റെ ആത്മാവിനെ രാത്രി വിളിച്ചു പറയാ, ആരും നിന്റെ തലയെ കൈവക്കണ്ട. ഒരു പ്രവാചകന് മണ്ണൊന്നും ചെവി പറയണ്ട. ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ദൈവവചനം, വചനത്തിന്റെ ഉപദേശം, ഇത് കേട്ടോണ്ടിരിക്കുമ്പം നിന്റെ മനസ്സിൽ കറക്റ്റായിട്ട് ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു, ഓ വന്നും പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കുഞ്ഞെ എന്നോടൊന്നും തോന്നല്ല, നിനക്കെന്തോ കുഴപ്പമുണ്ട്. നല്ല വർക്ക്ഷോപ്പിൽ കാണിച്ചേ പറ്റുള്ളൂ. കാരണം നിനക്ക് ആ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞ അവിടെയാ ജനിക്കുന്നേ. വചനം വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില ആൾക്കാർക്ക് അനുഗ്രഹം മതി. പ്രസംഗിക്കുന്ന ആളിനെ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ആളെങ്ങനെ? അത് കേവ്രാമാ വരുന്നേ. ദൂതൊക്കെ പറയൂ. രോഗശാന്തിയൊക്കെ ഉള്ള ആളാണോ? കാരണം ഇവർക്ക് എന്തു വേണ്ട? വചനം വേണ്ട, എന്തോ മതി. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഒരു വെജിറ്റേറിയൻ കടയിൽ കയറി ഒരാൾ ചോദിച്ചു, ഇഡ്ഡലി ഉണ്ടോ? ഉണ്ട്. ദോശ ഉണ്ടോ? ഉണ്ട്. എന്താ വില? ഇന്നതാ വില. ആമേൻ. അപ്പോൾ ചോദിച്ചു, ചട്നി സാമ്പാറും ഉണ്ട്, അതിനെന്താ വില? ഫ്രീയാ. അപ്പോൾ അയാൾ പറയാണ്, 1 കപ്പ് ചട്നിയും 2 കപ്പ് സാമ്പാറും 1 ഗ്ലാസ് ചൂടുവെള്ളവും. അപ്പൊ കടക്കാരൻ ചോദിച്ചു, ഇഡ്ഡലി വേണ്ട? ഇഡ്ഡലി വേണ്ട. അങ്ങനെ ഒത്തിരി ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്.
അവർ ചിലർ പറയുന്നത്, പാസ്റ്റർ ആദ്യം തന്നെ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് പോകാമായിരുന്നു, അത് കഴിഞ്ഞ് പാസ്റ്റർക്ക് എന്നെ പ്രസംഗിക്കാവില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാൻ തോന്നുന്നു. യേശു പറഞ്ഞു, ആദ്യം പത്രോസ് നിന്റെ പടകത, പ്രസംഗം കഴിഞ്ഞിട്ടും മീൻ പിടിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇവിടെ രോഗികൾ സൗഖ്യമാകുമെന്ന് രാത്രി. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ദൂതുകൾ പറയും, ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ വചനം എന്ന രാത്രി നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ക്രിയ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ദൈവ വചനത്തെ സ്നേഹിക്കാൻ ഒരു മനസ്സ് വരട്ടെ. ആമേൻ. ഉപദേശത്തിൽ വിശ്വസിക്കാൻ, പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷകൾക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ്. ഞാൻ മുമ്പോട്ട് പോകാം, സമയപരിധിയോട് ഞാൻ മറ്റൊരെണ്ണം കൂടി ചേർത്ത് തന്നെ പഠിപ്പിക്കാം. ആമേൻ. ഒന്നുകൂടി തന്നെ 1 കൊരിന്ത്യർ തന്നെ, അടുത്ത വാക്യത്തിലെടുത്ത് 1 കൊരിന്ത്യർ തന്നെ, അതിന് 3-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം കൂടെ എടുത്ത് ഞാൻ 2ഉം കൂടി ചേർത്ത് പറയാം. ആമേൻ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ. ആമേൻ. ഫ്ലഷ്ലി മാൻ, അത് ദ കാർഡിനൽ മാൻ, ആൻഡ് ഫ്ലഷ്ലി മാൻ, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ ആലോചിക്കേ, 60 വയസ്സായ ശിശു, സത്യത്തിൽ പശു എന്നാ വിളിക്കണ്ടേ, കാരണം അത്രയ്ക്ക് പ്രായമുണ്ട്. 45 വയസ്സായ ശിശു. ആമേൻ. 45 കൊല്ലം മുമ്പ് കണ്ടുവെട്ടിനെ കൈപൊക്കെ കാർഡ് പൂരിപ്പിച്ച് കൊടുത്ത് സഭയ്ക്കകത്ത് കയറിയതാ. ഇപ്പോഴും ദൈവം പറയാ, ശിശുക്കളോടെന്ന പോലെ. ഇന്ന് രാത്രി ഒരു മാറ്റത്തിന്, അതെന്നാ പറഞ്ഞ ദൈവത്തിലേക്ക് തിരിയാൻ. വായിക്കുക സങ്കീർത്തനം 32:1, സംഗീതത്തിന് 32:5. 32:1 വായിക്കേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അടുത്തത്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. ഞാൻ എന്റെ പാപം, ഹൗ ബ്യൂട്ടിഫുൾ സെന്റൻസ്. ദൈവമേ, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. അടുത്ത വാക്യം, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. യു ഷുഡ് ഹാവ് ദ ഫെയ്ത്ത്ഫുൾനെസ്. നിനക്ക് വിശ്വസ്തത ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിൽ? പണമല്ല, ദൈവത്തോടുള്ള നിന്റെ കുറവിനെ കുറിച്ച് പറ. ആരോട് പറയാം? ഒച്ചത്തിൽ പറയണം. അവിടെ ഇരുന്നോണ്ട് പറ, എന്റെ കുറവ് എനിക്കറിയാം, എന്റെ പാപം എനിക്കറിയാം. ഐ ആം ഫെയ്ത്ത്ഫുൾ ഇൻ മൈ ഷോർട്ട് കമ്മിങ്സ്. എന്റെ കുറവുകളിൽ ഞാൻ വിശ്വസ്തനാണ്. 7 ദിവസം ഉപവാസം കഴിഞ്ഞ് തിരുവത്താഴം മുമ്പിൽ വെച്ചോണ്ട് ഫാസ്റ്റ് വിളിച്ചു പറഞ്ഞു, ദൈവമക്കളെ, നമ്മൾ 7 ദിവസം സഭയായിട്ട് ഉപവാസമായിരുന്നു. നമ്മുടെ മുമ്പിൽ തിരുവത്താഴം ഇരിക്കുകയാണ്. ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് പറഞ്ഞിട്ട് തിരുവത്താഴത്തിൽ പങ്കെടുക്കാം. ഉടനെ അമ്മാമ്മ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഈ സഭയിൽ ആരോടും ഒന്നുമില്ല. അതാ കറക്റ്റ്. അവർക്ക് ആ സഭയിൽ ആരോടും ഒന്നുമില്ല. എന്നിട്ട് അടുത്ത സെന്റൻസ്, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടുണ്ടുണ്ട്. ഇനിമേണ്ടാന്തിനാ ഒറ്റ ഉണ്ടാ പോരെ. ഇനി ആരോടെങ്കിലും പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആരാ? ദൈവം കമ്മീഷൻ വെച്ച് കണ്ടുപിടിക്കണോ? എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ. അതിന്റെ പേരാണ് വിശ്വസ്തത. കമോൺ കമോൺ കമോൺ. ഇന്ന് രാത്രി എന്റെ കുറവുകൾ എനിക്കറിയാമോ. 32:5 വായിച്ചേ. 32:5 വായിച്ചേ. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചതുമില്ല. എന്റെ പാപം എനിക്കറിയാം. എന്റെ പാപം നിന്റെ മുമ്പിലിരിക്കുന്നു. എനിക്കതറിയാം. കർത്താവേ, എന്റെ കുറവ് എനിക്കറിയാം. ഇന്ന് രാത്രി കണ്ടുപിടിക്കാൻ വേറെ ആള് വേണ്ട. അതിന്റെ പേരാ മാനസാന്തരം. അതിന്റെ പേരാ മാനസാന്തരം. അതിന്റെ പേരാ അനുതാപം. അതിന്റെ പേരാ പശ്ചാത്താപം. ഐ നോ, എനിക്കറിയാം. ദേശത്തോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി ഓൺലൈനിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും ഇരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വീൽ ചെയറിൽ അല്ല, ഒരു കസേരയിൽ. രോഗിയാണോ? ഒരു ഐപാഡ് കയ്യിൽ വെച്ചാണോ പ്രസംഗം കേൾക്കുന്നത്? എവിടെ ഇരുന്നാ ഈ ശബ്ദം കേൾക്കുന്നത്? ബോക്സിന്റെ മുമ്പിൽ
കർത്താവ് പറയാ, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ഇന്ന് രാത്രി കരുണ ലഭിക്കും. ആമേൻ. നിന്റെ ജീവിതം മാറുകയാ. അതാ തുടക്കത്തിൽ പറഞ്ഞത്. നിന്റെ അഡ്രസ് മാറുകയാ, നിന്റെ സാമ്പത്തിക മേഖല മാറുകയാ, നിന്റെ തലമുറ മാറുകയാ. ദൈവം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ തൊടുക. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം കായിനോട് പറയുന്നൊരു സെന്റൻസ് ഉണ്ട്. ആമേൻ. കായിനെ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്റെ മുഖം വാടുന്നതിന്, നീ കോപിക്കുന്നതിന്, അടുത്ത സെന്റൻസ്, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. കേട്ടോ? പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാ. അതിലെ പകരം നിന്നെ തകർത്ത് കളയാൻ, നിന്റെ നന്മ ഇല്ലാതാക്കാൻ, നിന്റെ വഴിയിൽ കയറി കിടക്കുക പാപം. സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരുന്ന 38-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. 38-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. എന്റെ അകൃത്യം മറച്ചതുമില്ല. 32-ാം മക്കളെ, അത് 38 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 38-ാം അധ്യായത്തിന്റെ 4 വാക്യാദ്യം. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കു മീതെ എന്റെ തലയ്ക്കു മീതെ കവിഞ്ഞിരിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെ കിടന്നാണ് ഈ പാപം? ഉൽപ്പത്തി പുസ്തകത്തിലെ പാപം എവിടെ കിടന്നേ? കേട്ടില്ല, മറന്നുപോയി. വാതുക്ക കിടന്ന, ഇത് വാതുക്ക കിടന്ന. അന്ന് ദൈവം പറഞ്ഞു, വാതുക്ക കിടക്കുന്നത് നിന്നോടാണ് അതിന്റെ പ്ലാൻ. നിന്നെ തകർക്കാൻ ആ പ്ലാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ആ പ്ലാൻ. അതിലെ പോകരുതെന്ന് പറഞ്ഞു. ഇപ്പൊ പാപം എവിടെ കയറി? 38-4 പാപം എവിടെ കയറി? എന്റെ തലയ്ക്ക് മീതെ കയറി. താഴെ കിടന്ന പാപം, വാതുക്ക കിടന്ന പാപം, ചവിട്ടി പിടിക്കേണ്ട പാപം. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട പാപാ? പറ ചവിട്ടി പിടിക്കേണ്ട പാപം. പാപം നിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കേണ്ടതാ. അത് നിന്റെ മൂളി വരരുത്. ഇപ്പോൾ അത് നിന്റെ തലയ്ക്ക് മൂളി കയറി. ആമേൻ. നീ ചവിട്ടി പിടിച്ച് നിന്റെ കാലിന്റെ അടിയിൽ കിടക്കേണ്ട പാപം ഇപ്പൊ എവിടെ കയറി? എന്റെ തലയ്ക്ക് മുകളിൽ കയറി. അടുത്ത വാക്യം. പാപം എന്റെ തലയ്ക്ക് മുകളിൽ അതെനിക്ക് വലിയ ഭാരമുള്ള ചുവട് പോലെ, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. അതെനിക്ക് അതിഘനമായിരിക്കുന്നു. ഇപ്പോൾ ഉറങ്ങാൻ വയ്യ, ഉറങ്ങിയാൽ എഴുന്നേൽക്കാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ആരോട് മിണ്ടാൻ വയ്യ, സ്നേഹത്തോടെ സംസാരിക്കാൻ വയ്യ. ബന്ധങ്ങളുടെ തുലച്ചിലുണ്ടായി. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിയല്ലേ? ആരോടൊക്കെ ദൈവം സംസാരിക്കുന്ന രാത്രി. ഇത് സുവിശേഷ മഹായോഗമാ. പാപം, രോഗം വേണ്ട, രോഗമല്ല. പാപം നിന്റെ അകത്ത് കയറിയാലോ. അമേൻ. ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയും. ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ കുറ്റബോധം. പാപം ചെയ്തിട്ട് ഏറ്റു പറയാതെ വരുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു സാധനത്തിന്റെ പേരാത് ഗിൽറ്റി കോൺഷ്യസ്. അമേൻ. മുട്ട് കുത്തിയാൽ മതി, പ്രാർത്ഥിക്കാൻ മുട്ട് കുത്തിയാൽ മതി. അപ്പം നിന്റെ മനസ്സിലോട്ട് വന്നിട്ട് പറയാ, അയ്യട്ടാ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നൊരു പാർട്ടി, നീ നരകത്തിലേ പോകും. നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തില്ല. നീ TV കാണാനിരുന്ന് നോക്കിയേ, 2 മണിക്കൂർ എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല. നീ വേറൊരു കാര്യത്തിന് വർത്താനം പറഞ്ഞ, ഫോണിനകത്തോട് വർത്താനം പറഞ്ഞ, ഹലോ 3 മണിക്കൂർ നീ വർത്താനം പറഞ്ഞിട്ട് പറയും, അയ്യോ 3 മണിക്കൂറായി. നീ പ്രാർത്ഥിക്കാതിരുന്നേ, 15 മിനിറ്റ് പോയി കിട്ടാൻ വലിയ പാടാ. എന്താ കാര്യം? പാപം നിന്റെ തലയ്ക്ക് മുകളിൽ കയറിയിരിക്കുക. അതികഠിനമായ ഭാരമായി. ഇന്ന് രാത്രി മഹായോഗത്തിനകത്ത് പറയുന്നു, അതിനെ വലിച്ചു താഴേക്കിടാൻ, അതിനെ വലിച്ചു താഴേക്കെറിയാൻ ആ ഭാരം നീ ചുമക്കരുത്. വാക്യം 38-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. അപ്പൊ താഴെ കിടന്ന പാപം, വഴി കിടന്ന പാപം എടുത്ത് തലേ വെച്ചു. ഇപ്പൊ പാപം നിമിത്തം എനിക്കൊന്നുണ്ടായി ദേശത്ത്, നാട്ടിൽ ഇപ്പൊ എന്തായി മാറി? വായിച്ചു. അത് തന്നെ എന്റെ വ്രണങ്ങൾ ഞാനിപ്പോൾ നാട്ടിൽ ഒരു നാറ്റമായി.
ആൾക്കാർ പറയാതെ ആണ്ട പോന്ന്. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ശക്തമായിട്ട് പറയുന്നു, വലിച്ചു താടിയിട്ട് കളയേണ്ട പാപം, വലിച്ചെറിയേണ്ട പാപം, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയേണ്ട പാപം, അത് നീ കൊണ്ടു നടന്നാൽ നാളെ നിനക്കതൊരു നാറ്റമായി മാറും. നാളെ നിനക്കത് വ്രണമായി മാറും. നിന്റെ ജീവിതത്തെ തന്നെ അത് തകർത്ത് കളയും. പോകാം നമുക്ക് 38-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യെസ്. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. എന്റെ തല ഉയർത്താൻ പറ്റാതായി, അത് നാറ്റമായി മാറി, എന്റെ തലയ്ക്ക് മുകളിൽ ഭാരമായി. ആ പാപം ഇപ്പോൾ എന്റെ തല കുലിച്ചു കളഞ്ഞു. ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കല്യാണ വീടുകളിൽ പോകാറില്ല. 4 പേര് കൂടുന്നിടത്ത് ഞാൻ പോകാറില്ല. 10 പേര് നിൽക്കുന്നിടത്ത് ഞാൻ പോകാറില്ല. അഥവാ പോയാൽ തന്നെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ വരാറില്ല. എന്താ? കുറ്റബോധം, പാപം. ഈ രാത്രി എന്റെ വിഷയം മാനസാന്തരമാണ്. ഈ രാത്രി എന്റെ വിഷയം ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാ. ഈ രാത്രി എന്റെ വിഷയം നിന്റെ പാപത്തെ വലിച്ചെറിയുക എന്നുള്ളതാ. ഈ രാത്രി എന്റെ വിഷയം നിന്നെ തകർക്കുന്ന, നിനക്ക് തലവേദന ഉണ്ടാക്കുന്ന, നിന്നെ രോഗിയാക്കി മാറ്റുന്ന, നിനക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, നിന്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന ആ പാപത്തോട് നീ വിട പറയണം. ആമേൻ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുക്കുക. വലിയ ശക്തമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നമ്മൾ വെളിപ്പെടട്ടെ. ഞാൻ മുമ്പോട്ട് പോകാം. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് പോകാം. ഒന്ന്, ജഡമനുഷ്യൻ. അവൻ എന്തു ചെയ്യണം? ജഡമനുഷ്യൻ അവൻ 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 എവിടെ കിടക്കണം? അവൻ ഇപ്പോഴും ശിശുവാ. വായിക്കുക ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം. ഓക്കെ, ഗലാത്യർ 3:23 വാക്യം. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ, ന്യായപ്രമാണം പഴയ നിയമം എന്നെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ലളിതമായിട്ട് ഞാൻ പറയാം. സ്തോത്രം. നമ്മൾ ജീവിതത്തിൽ ന്യായപ്രമാണം എന്ന അംഗൻവാടിയിലായിരുന്നു. അംഗൻവാടി ന്യായപ്രമാണം അവിടെയായിരുന്നു. അംഗൻവാടിയിലായിരുന്ന നമ്മെ അവിടെ നിന്ന് ക്ലാസ് കയറ്റി നിന്ന് ന്യായപ്രമാണം നമുക്ക് ആരെ കാണിച്ചു തന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു തന്നു. സ്തോത്രം പറഞ്ഞ് ദൈവത്തോട് സ്തുതിച്ചാട്ട്, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്ന പോലെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ചില കാര്യങ്ങൾ ആവേശത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. നമ്മളെല്ലാവരും പഴയ നിയമത്തിലെ അംഗൻവാടി ന്യായപ്രമാണം എന്ന, അതായത് മലാക്കിക്ക് മുമ്പ് കിടക്കുന്ന 39 പുസ്തകങ്ങളാകുന്ന അംഗൻവാടിയിലായിരുന്നു നമ്മളെല്ലാവരും. അംഗൻവാടിയിൽ വെച്ച് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ന്യായപ്രമാണം കാണിച്ചു തന്നു. നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ജയിച്ച് 1-ാം ക്ലാസ്സും കഴിഞ്ഞ് 2-ാം ക്ലാസ്സും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ക്ലാസ് കയറ്റം കിട്ടി. ഇപ്പോൾ നമ്മൾ കർത്താവിനെ അറിഞ്ഞു. നമ്മൾ ക്രിസ്തുവിൻ്റെ തലയോളം വളരുകയാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ മാറി. അതുകൊണ്ട് അംഗൻവാടി ടീച്ചറുടെ കയ്യെ പിടിച്ചുകൊണ്ട് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ നിന്ന് വിട്ടേച്ചിറങ്ങി ഓടി വരാനാ ദൈവാത്മ പറയുന്നത്. നീ ഇപ്പോൾ അംഗൻവാടിയിലല്ല, നീ ഇപ്പോൾ ശിശു അല്ല, നീ ഇപ്പോൾ ശിശുപാലകന്റെ കൂടെ അല്ല, നീ ഇപ്പോൾ കർത്താവായ യേശുവിന്റെ കൂടെയാ. നമ്മുടെ അമ്മ നമ്മളെ അംഗൻവാടിയിൽ മക്കളെ കൊണ്ടുവിടുന്ന സമയത്ത്, എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയാണ് ഞങ്ങൾ. എൻ്റെ വൈഫ് കുഞ്ഞുങ്ങളെ അംഗൻവാടിയിൽ, പ്ലേയിങ് സ്കൂൾ എന്ന് പറയും, അംഗൻവാടി കൊണ്ടുവിടുമ്പോൾ അവൾ അംഗൻവാടി ടീച്ചറെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. അംഗൻവാടിയുടെ ടീച്ചറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് നിബിളും കുപ്പിയും. ഇതെന്തുവാ? നിബിളും കുപ്പിയും. എന്തിനാ? ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിന് എന്ത് കൊടുക്കണം? പാൽ വേണ്ടേ? കൊടുക്കണ്ടേ? അംഗൻവാടിയിൽ പോകുമ്പോൾ കുഞ്ഞിന് പാൽ അവിടെ കുപ്പിക്കകത്തുകൊണ്ട് കൊടുക്കല്ലേ? നിങ്ങളാരും അംഗൻവാടി കുഞ്ഞുങ്ങളൊന്നും വിട്ടിട്ടില്ലേ? എനിക്കറിയാം നിങ്ങൾ എന്നാ പറയുന്നത്. പാസ്റ്റർ, ഞങ്ങൾ അംഗൻവാടിയില്ല, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രശ്നം. നമ്മൾ അംഗൻവാടി എന്ന് ഇറങ്ങിയിട്ട് വേണ്ട കുഞ്ഞുങ്ങളെ വിടാൻ പ്രശ്നം. ഞാൻ അവിടേക്ക് വരാം. അമേൻ. അതുകൂടാതെ അമേൻ, ഇച്ചിരൂടെ അമേൻ പക്വതയുള്ള അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അമേൻ അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും, ഞാനിവിടെ ഒന്നും പറയുന്നില്ല, ഓൺലൈനിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൊച്ചു കുഞ്ഞിന് അത്യാവശ്യമുള്ളതെല്ലാം അംഗൻവാടി ടീച്ചറെ ഏൽപ്പിച്ചിട്ടേ വരത്തുള്ളൂ ഒരമ്മ. ഞാൻ ഇച്ചിരി താമസിച്ചേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വരാൻ താമസിച്ചാൽ എൻ്റെ കുഞ്ഞിന് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഏൽപ്പിക്കും. ഇപ്പോൾ നമ്മൾ അംഗൻവാടിയിലല്ല. ഇപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ
അല്ല. നമുക്ക് പോകാം. സ്തോത്രം. കൃപയുള്ളവരെൻ്റെ കൂടെ നിൽക്കണം. വാക്യപ്രായ ലേഖനത്തിലേക്ക് വരുന്നു. അവൻ അതിന് 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ച 11 വായിച്ച. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി കേൾപ്പാൻ മാന്യമല്ല, 11:45 കഴിഞ്ഞ് ഇരിക്കാൻ മനസ്സില്ലാത്തവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം, തെളിയിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഉള്ളതുപോലെ ഒരു അടപ്രഥമ പരുവത്തിൽ നമുക്ക് പറയാം. സ്തോത്രം. വായിച്ചു. കാലം നോക്കിയാൽ ഇപ്പോൾ കാലം നോക്കിയാൽ ഏത് കാലം? കാർഡ് പൂരിപ്പിച്ച് കൈപൊക്കി ഞാൻ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച ആ കാലം നോക്കിയാൽ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലം നോക്കിയാൽ, ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ, ഇപ്പോൾ സെൻട്രൽ പാസ്റ്റർമാരാകേണ്ട പ്രായം നമുക്കുണ്ട്. ഇപ്പോൾ ആരാകേണ്ട പ്രായമുണ്ട്? സെൻട്രൽ പാസ്റ്റർമാരാകേണ്ട പ്രായമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അടുത്ത വാക്യം. കട്ടിയായുള്ള ആഹാരമല്ല. കാര്യമൊക്കെ ശരിയാ. കാർഡ് പൂരിപ്പിച്ചു കൊടുത്തിട്ട് 20 വർഷമായി. സെൻട്രൽ പാസ് ആകാനുള്ള പ്രായമുണ്ട്. പക്ഷെ പറയുന്നു പൊറോട്ട വേണ്ട, കട്ടിയായതൊന്നും, ഇടിയപ്പവും വേണ്ട, അപ്പോ വേണ്ട, ദോശ വേണ്ട, പിന്നെന്ത് വേണം? വായിച്ചേ. സെൻട്രൽ പാസ്റ്റർക്ക് ഇപ്പൊ എന്തോ മതി? അപ്പോൾ ആൾ എവിടാ? ഇപ്പോഴും എവിടാ? അംഗൻവാടി നിൽക്കുക. കാര്യം പിടികിട്ടിയവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും പിള്ളേർ അംഗൻവാടിയില്ല. സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടാൽ മതി. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതൊരു സാധാരണ കാര്യമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരുടെ മനസാക്ഷി പറയുന്നുണ്ട് ആമേൻ, 100% കറക്റ്റ്. ആമേൻ. ഇന്ന് രാത്രി നമ്മളൊരു ക്രൈസ്തവ സഭയ്ക്കകത്ത് പോകുന്നത് കൊണ്ടോ, നമ്മുടെ കയ്യിലൊരു ബൈബിൾ ഉള്ളത് കൊണ്ടോ, നമുക്കൊരു പാട്ട് പാടാൻ അറിയാവുന്നത് കൊണ്ടോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ അറിയാവുന്നത് കൊണ്ടോ, ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ 10 വാക്ക് ബൈബിളിൽ നിന്ന് പറയാൻ അറിയാവുന്നത് കൊണ്ടോ ഇത് പൂർണ്ണമാകുന്നില്ല. ഇവിടെ ദൈവാത്മാവ് പറയുന്നത്, നീ ആത്മാവിൽ വളർന്നിട്ടുണ്ടോ? നീ ആരാധനയിൽ വളർന്നിട്ടുണ്ടോ? പാപസംബന്ധമായ ഒരു മരണം നിനക്ക് സംഭവിച്ച ഒരു പുതിയ മനുഷ്യൻ ക്രിസ്തുവിന്റെ തലയോളം വളർന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി കാലം ഒരു മടങ്ങി വരവ്, ദൈവത്തിലേക്ക് ഒരു തിരിഞ്ഞു വരവ്. കൃപയുള്ളവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഈ രാത്രി ഒരു മടങ്ങി വരവ്, ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞു വരുവാൻ. പോവാം. സമയത്തിന്റെ പരിമിതി ഉണ്ട്, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ആമേൻ. വായിക്കാൻ പോവാ. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഒന്നാമത് ഞാൻ പറഞ്ഞു പ്രാകൃത മനുഷ്യൻ, രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജഡീയ മനുഷ്യൻ, മൂന്നാമത്തെ ഒരു മനുഷ്യനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. വായിക്കാം. യെഹെസ്കേൽ 36:26 വായിക്കാം. യെസ്, നിങ്ങൾ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം എന്ന് രാത്രി തരും. വായിച്ചോ. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. പുതിയൊരു ആത്മാവിനെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇന്ന് രാത്രികാല കൃപയുള്ളവരെല്ലാം വാതുറന്ന് സ്തോത്രം പറയാൻ തുടങ്ങിക്കോ. ഇന്ന് രാത്രികാലം ഹാർട്ടിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ പോവാ. ഒരു കാർട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ തൊലി മുറിക്കാതെ, കൃപയുള്ളവർ ആരാധിച്ചു തുടങ്ങിയാട്ട്. ഇന്ന് രാത്രി നിന്റെ തൊലി മുറിക്കാതെ നിന്റെ ഹൃദയം ഒന്ന് മാറ്റിവെക്കുവാൻ ഒരു അത്ഭുതത്തിന്റെ ഹൃദയം, ഒരു ആനന്ദത്തിന്റെ ഹൃദയം, ഒരു അഭിഷേകമുള്ള ഹൃദയം, ഒരു മാനസാന്തരമുള്ള ഹൃദയം, യേശുവുമായി ബന്ധമുള്ള ഒരു ഹൃദയം ഇന്ന് രാത്രി കാലം നിനക്ക് തരുവാൻ, ഇതിന്റെ ഉള്ളിലൊരു ആത്മാവിനെ പകരുവാൻ എന്റെ കർത്താവ് ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. കൃപയുള്ളവരെല്ലാം ഈ പന്തല് മുഴുവൻ ആരാധന കൊണ്ട് നിറയട്ടെ. ഇന്ന് രാത്രി ഒരു പുതിയ ഹൃദയം തരാൻ പരിശുദ്ധാത്മാവ് കല്ലുപോലുള്ളത്, ഉടയാത്ത ഹൃദയം, അലിയാത്ത ഹൃദയം, ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയം, വിനയപ്പെടാൻ കഴിയാത്ത ഹൃദയം, താഴാൻ കഴിയാത്ത ഹൃദയം, സഹനമില്ലാത്ത ഹൃദയം, കല്ലുപോലുള്ള സ്റ്റോണി ഹാർട്ട്.
ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, അത് ഞാൻ എടുത്തു കളയാൻ പോവാ. മാനസാന്തരപ്പെടാൻ പറ്റാത്ത, ദൈവത്തിലേക്ക് നിന്നെ അടുപ്പിക്കാത്ത, ഇന്ന് രാത്രി എവിടെ ഇരുന്നിട്ട് എല്ലാവരും കേൾക്ക പറയണ്ട, നിന്റെ കണ്ണൊന്നും നനഞ്ഞ പറ, ലോർഡ് ജീസസ്, ഐ നീഡ് എ ന്യൂ ഹാർട്ട്. എനിക്കൊരു പുതിയ ഹൃദയം വേണം തമ്പുരാനെ. ഇന്ന് രാത്രി ആരും പറഞ്ഞു കളയില്ല, എൻ്റെ ഹൃദയം കല്ല് പോലെ അല്ലെന്നൊന്നും പറയരുത്. നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ചിലതൊക്കെ വിട്ടുകളയാൻ പറ്റുന്നുണ്ടോ? മറന്നു കളയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാനൊരു വളരെ വ്യക്തമായി പറയാം, മാനസാന്തരപ്പെട്ട് ക്രിസ്തു വസിക്കുന്ന ഹൃദയമാണ് എൻ്റെ ഹൃദയം എന്നുള്ളതിന് നിങ്ങൾക്കുള്ള ഉറപ്പെന്താണ്? കമോൺ, ഒരു പ്രവാചകൻ ഇന്ന് രാത്രി നിങ്ങളുടെ തലയെ കൈവച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട മനുഷ്യനാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവുണ്ട് എന്നൊന്നും പറയണ്ട. അതിനൊന്നും ഒരു പ്രവാചകം വരുത്തുമില്ല. അങ്ങനെ വന്ന് നിങ്ങളുടെ തലയെ കൈവച്ച് പറയത്തുമില്ല. ഇന്ന് രാത്രി നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ആമേൻ, നിങ്ങൾക്ക് എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും എനിക്ക് മാനസാന്തരപ്പെട്ട ആളാണ് ഞാൻ, എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാൻ? ആമേൻ. പക്ഷേ അതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുള്ളവരൊന്ന് കരിമൂർത്തി കാണിച്ചിട്ട്, അത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുള്ളത് ചിലർക്കൊന്നും അറിയേ വേണ്ട. ഉണ്ടല്ലോ ഇല്ലല്ലോ എന്ന് മനസ്സിലായി. ഭൂരിപക്ഷം പേരുടെ കരമുയർന്നതുകൊണ്ട് 40 വർഷത്തെ സുവിശേഷ വേലയുടെ ആമേൻ സ്തോത്രം യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ, ഒരുപാട് വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു അവിഭാജ്യമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് ഞാനത് പറയാം. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ആമേൻ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ആരുമായും നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഓ കമോൺ 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 കമോൺ, അല്ലാത്തവരെല്ലാം ഒന്ന് ഇന്ന് രാത്രി ഒന്ന് ഏറ്റു പറഞ്ഞ് ദേവസ്വത്തിൽ വിട്ടുകൊടുക്കേണ്ട സമയമാണ്. എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത, ഒരാളോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഈ ഭൂതലത്തിൽ ആരുമായിട്ടും എനിക്കില്ലെന്ന് ഉറപ്പ് വരുത്താൻ കഴിയുന്നവർ പന്തലിനകത്തുണ്ടെങ്കിൽ, നമ്പർ 1 അവരുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ഉണ്ടെന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉറപ്പ് ഇവിടുന്ന് ആരംഭിക്കുക. കമോൺ കമോൺ, ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത, എനിക്ക് വിട്ടുകളയാൻ കഴിയാത്ത, എനിക്ക് വൈരാഗ്യമില്ലാത്ത, എനിക്ക് പകയില്ലാത്ത, ഞാൻ പകരം വീട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നും എന്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ ആരോടും എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ കഴിയുന്ന എത്ര പേർ? യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച ഒരു സെന്റൻസാ, ഞാൻ എൻ്റെ കടക്കാരനോട് ക്ഷമിക്കുന്ന പോലെ എൻ്റെ കടങ്ങളെ ക്ഷമിച്ചോ. നിങ്ങൾ ക്ഷമിച്ചോ. അവൻ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തു ഇല്ല. അതിന് ഒരു പ്രവാചകന് നമ്മുടെ തലയെ കൈവെക്കണ്ട. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർ, അതിനെത്ര സമയം വേണോ? ഒരൊറ്റ സെക്കൻഡ് മതി. ഇന്ന് രാത്രി എടുത്തുകള അതിനകത്തുനിന്ന്. ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പേര് പറയുന്ന ഒരാൾ, നിങ്ങളെ ഒത്തിരി ദ്രോഹിച്ചവർ, നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചവർ, നിങ്ങളെ അപവാദം പറഞ്ഞവർ, നിങ്ങളെ അപമാനിച്ചവർ, നിങ്ങളെ ഒരുപാട് തെരുവിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചവർ, ഞാനത് വിട്ടുകളയുന്നു എന്ന് മനസ്സുള്ളവർ ഇന്ന് രാത്രി കാലം അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാൻ, ആ വേസ്റ്റ് ഇന്ന് രാത്രി ഒന്ന് വലിച്ചെറിയാൻ, ആ വേസ്റ്റ് എടുത്ത് ദൂരെറിയാൻ, എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അതെടുത്ത് ദൂരെ എറിയുന്നു, അതെടുത്ത് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നീ എറിഞ്ഞു കളയുമ്പോൾ ഇന്ന് രാത്രി നീ ദൈവത്തിലേക്ക് തിരിയുക. അതിന് ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് ഇന്ന് രാത്രി നീ വരിക. Come on boys, am I correct or not? അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? സ്നേഹമുള്ള അമ്മമാർ പറ, ഈ പ്രസംഗം ശരിയാണോ അല്ലയോ? നിങ്ങൾ പറ. എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മായിയമ്മ ചാത്താലും ഞാൻ ക്ഷമിക്കത്തില്ല, തിരുവത്താഴും തിന്നില്ലേലും കാണുമല്ല, ആ തള്ളോട് ഞാൻ മിണ്ടുകയല്ല. ഏത് യേശുവാ? ഞാൻ ബൈബിൾ വിഭാവനം ചെയ്യുന്ന യേശു ആ ഹൃദയത്തിനകത്തിരിക്കുവോ? ഇല്ല. ഈ രാത്രി പറ,
അതെല്ലാം ഞാൻ എടുത്തു കളയുന്നെന്ന് പറ. അതാ മാനസാന്തര. സകല ഭൂസീമവാസികളുമേ ദൈവത്തിങ്കിലേക്ക് തിരിയാനാ. ഇന്ന് രാത്രി നീ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ നിന്റെ അകത്ത് ഒരുപാട് ഇന്ന് രാത്രി പുറത്തു പോകുകയാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പുറത്തു പോകുകയാ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്ക്. കൃപയിൽ കൃപയിൽ മനസ്സ് നിറഞ്ഞ പോകാം നമുക്ക്. ആമേൻ. നമ്പർ 2, നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു, നിങ്ങൾ ദൈവത്തിന്റെ പൈതലെന്നുള്ളതിന് എന്താ തെളിവ്? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിനകത്ത് നടന്ന റിവൈവൽ മീറ്റിങ്ങിനകത്ത് ആ സെന്റൻസ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. കേട്ട ചില ഞങ്ങളുടെ ചർച്ചിലുള്ളവരിനകത്തുണ്ട്. ആവർത്തിക്കപ്പെടുകയാ. ദേശത്തൊരു കൊലപാതകം നടക്കുമ്പോൾ, ദേശത്ത് ഒരാൾ തൂങ്ങി മരിക്കുകയോ ആത്മഹത്യ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇറാനിൽ ബോംബിട്ടെന്ന് കേൾക്കുമ്പോൾ, ഒരു വിമാന അപകടം അഹമ്മദാബാദിൽ നടന്നു കേൾക്കുമ്പോൾ, നാട്ടിലൊരു ദുരന്തമുണ്ടായെന്ന് കേൾക്കുമ്പോൾ നിന്റെ കണ്ണ് നനയുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് യേശുവുണ്ട്. കൃപയുള്ളവരിന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അത് കേൾക്കുമ്പോൾ നിന്റെ കണ്ണ് നനയുന്നുണ്ടെങ്കിൽ, അത് കേൾക്കുമ്പോൾ അതെന്റെ സഹോദരങ്ങളാ, അത് എന്റെ പ്രിയപ്പെട്ടവരാ. ഈ നാട്ടിൽ നടക്കാൻ പാടില്ല, എന്റെ ദേശത്ത് നടക്കാൻ പാടില്ല. ആ ചിന്ത നിന്റെ അകത്തെ ഭരിക്കുമ്പോൾ നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെന്ന് തെളിയപ്പെടുകയാ. ഞാൻ ചോദിക്കുന്നു, ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം വേദനിക്കാറുണ്ടോ? ഒരു പട്ടിണി കിടന്ന മനുഷ്യന്റെ കുടുംബത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന നിനക്ക് അതൊരു സങ്കടമായി തോന്നാറുണ്ടോ? ഒരു വിശക്കുന്നവനെ കണ്ടാൽ അവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിനക്ക് തോന്നാറുണ്ടോ? അതുണ്ട്. അത് നിന്റെ ഹൃദയത്തിൽ തോന്നുമ്പോൾ, അത് ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് യേശു നിന്റെ അകത്ത് ജീവിക്കുന്നത്. ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. അതാ യേശു പറഞ്ഞത്, നിന്റെ കല്ലായുള്ള ഹൃദയത്തെ. വാട്ട് ഈസ് ദ മീനിങ്? സ്റ്റോണി ഹാർട്ട്. ആമേൻ. ഒരിക്കലും അറിയാത്ത, എന്ത് കേട്ടാലും യാതൊരു അനക്കവും ഇല്ലാത്ത ഹൃദയം, അതാ കല്ല്. ആരവിടെ ചത്താലും എനിക്കൊരു ചുക്കുമില്ല, അതാ കല്ല്. ഏത് വിമാനം എവിടെ മറിഞ്ഞാലും എനിക്കൊന്നുമില്ല, അതാ കല്ല്. അതാ സ്റ്റോണി ഹാർട്ട്. കർത്താവ് പറഞ്ഞു, അത് ഞാൻ മാറ്റും, ആ കല്ല് ഞാൻ മാറ്റും. ആമേൻ. നല്ല കൃപയുള്ള ചില പാസ്റ്റർമാര് വിശക്കുന്നവനെ കണ്ട തലയൊക്കെ വെച്ച് ഒറ്റ പ്രാർത്ഥന, ഇവന്റെ ആമാശയത്തിനകത്ത് വ്യാപരിക്കുന്ന വിശപ്പിനെ ശാസിക്കുന്നു. 100 രൂപ കൊടുത്തിട്ട് പോയി ചോറുണ്ണു മോനെ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുന്നല്ലോ. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി തലേ കൈവച്ച് അവന്റെ വിശപ്പിനെ ശാസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് യേശു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണമെന്ന്. വിശക്കുന്നവന് ശാസനയല്ല വേണ്ടേ, അവന് ഭക്ഷണമാണ് വേണ്ടത്. സ്തോത്രം പറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സമയമില്ല, എന്നാലും വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മക്കളെ എഴുതി തന്ന അല്ലെങ്കിൽ വായിച്ച യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിന് 1 മുതൽ എളുപ്പം നിന്ന് വായിച്ച യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിന് 1 മുതൽ. ആമേൻ. യേശു ഉള്ള ആളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. 5-ന്റെ 1 മുതൽ എളുപ്പം വായിച്ചാട്ടെ. അല്ലയോ ധനവാന്മാരെ, വായിച്ചു. അല്ലയോ ധനവാന്മാരെ. അല്ലയോ, ചിലപ്പോൾ ഇതിനകത്ത് കാണുകയില്ലായിരിക്കും, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ, ഓൺലൈൻ പോകുന്നല്ലേ, നാളെയും കേൾക്കാമല്ലോ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും. ബാങ്കിലിരുന്ന്, അല്ലാതെ എവിടെ ഇരുന്ന് ദ്രവിക്കാനാ? ബാങ്കിലിരുന്ന് ദ്രവിച്ചും, ഉടുപ്പ് പുഴുവരിച്ചും. ഉടുപ്പ് അലമാരിക്കകത്തിരുന്ന് ഉള്ള ചുരിദാർ മുഴുവൻ പുഴുവരിച്ചു പോയി. നിങ്ങളുടെ എന്നിട്ടും ഒരെണ്ണം എടുത്ത് അയൽവക്കത്തുള്ള ചേച്ചിക്ക് കൊടുത്തില്ല. വായിച്ചു. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ഇടത്തില്ല. കാരണം ഞാൻ പെന്തക്കോസ്തല്ലേ, പക്ഷെ ഇതെല്ലാം ബാങ്കിൽ ലോക്കറി വെച്ച് അവിടെ നിന്ന് കറ പിടിക്കുക. ഞാൻ ഇടത്തില്ല. ഞാൻ ഭയങ്കര ക്ലിയറാണ്. ക്ലീൻ ഷേവ്, വെള്ള ഷർട്ട്. ഇത് മുഴുവൻ ലോക്കറിനകത്തിരുന്ന് കറ പിടിച്ചും, നിന്റെ ചുരിദാർ മുഴുവൻ ഹാങ്കറിലിരുന്ന് മുഴുവരിച്ചു, നിന്റെ പൈസ മുഴുവൻ ബാക്കി കിടന്ന് പൊടി പിടിച്ചു. ഒരു സുവിശേഷവും നടത്താമല്ലോ വീടിനടുത്ത്. ഒരു പാവപ്പെട്ടവൻ ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കാമല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോഴാ നമ്മുടെ അകത്ത് ക്രിസ്തു ജീവിക്കുന്നത്. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ അകത്ത് ക്രിസ്തു ജീവിക്കുന്നത്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ.
വേദനിക്കുന്നവനെ കാണുമ്പോൾ കണ്ണ് നിറയുന്നത് മാത്രമല്ല ക്രിസ്തു ജീവിക്കുന്നതിൻ്റെ ലക്ഷണം. വേണ്ടാത്തത് കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നതാണ് ക്രിസ്തുവുള്ള ജീവിതം. സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ, ആമേൻ. ഞായറാഴ്ച ആരാധനയ്ക്ക് പോവുകയും നന്ദിയാൽ 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 എന്ന് കൈയടിച്ച് പാടിയിട്ട് വീട്ടിൽ വന്നിരുന്ന് ലജ്ജാപതിയെ എന്ന് മൊബൈലിനകത്തിട്ട് കേൾക്കുകയും കൂടെ ചെയ്യുന്നത് യേശുവുള്ളതല്ല. വേണ്ടാത്തതിനെ വെറുക്കുകയും വേണ്ടതിനെ സ്നേഹിക്കുകയും. സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ ഹേരോദാവ് കൊല്ലാൻ കാരണം എന്താ? നിങ്ങൾ പുസ്തകം പിന്നെ വായിച്ചോ. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ഹേരോദാവിന് ഇഷ്ടമായിരുന്നു. ശരിയാണോ അല്ലയോ? ശരിയായിരുന്നോ? ഇഷ്ടമായിരുന്നു. പുള്ളിയെ വിളിപ്പിച്ച് പ്രസംഗം കേൾക്കുമായിരുന്നു ഹേരോദാവ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം യോഹന്നാൻ സ്നാപകനെ വിളിപ്പിച്ച് ആര് കേൾക്കുമായിരുന്നു? ഹേരോദാവ് കേൾക്കുമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളിക്ക്. പുള്ളി പകല് പ്രസംഗം കേൾക്കും, വൈകിട്ട് ഹേരോദ്യയുടെ ഡാൻസും കാണും. ഒരു മിനിറ്റ് ഞാൻ റെസ്റ്റ് കൊടുക്കുക. കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. ഞാൻ റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഒരു മിനിറ്റ് കൊടുത്തിരിക്കുന്നത്. 9:30 വരെ കൺവെൻഷൻ, 9:30 കഴിഞ്ഞ് ഡാൻസ്. ഇന്ന് രാത്രി എത്ര പേര് പറയും എൻ്റെ കണ്ണും മൂക്കും നാക്കും എൻ്റെ തൊക്കും മാനസാന്തരപ്പെട്ടതാന്ന് പറയാൻ? തൊടേണ്ടതേ ഞാൻ തൊടുകയുള്ളൂ, കേൾക്കേണ്ടതേ കേൾക്കത്തുള്ളൂ, കാണേണ്ടത് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. വേണ്ടാത്തതെനിക്ക് ഞാൻ വാനെ തള്ളുന്നു. അത് എൻ്റെ അകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടാത്തത് എനിക്ക് വേണ്ടെന്ന് പറയാൻ ഇന്ന് രാത്രി യേശു അകത്തുള്ളവർ, മാനസാന്തരപ്പെട്ടവർ, ദൈവത്തിലേക്ക് തിരിഞ്ഞവർ, ഹൃദയം മാറ്റിവെച്ചവർ, കർത്താവിന്റെ ഹൃദയമുള്ളവർ ഒന്ന് നല്ലപോലെ ഈ പന്തൽ മുഴുവൻ ദൈവത്തെ ആരാധിക്കുക സന്തോഷത്തോടെ. ഒട്ടും സമയമല്ല, എളുപ്പം വായിക്കാം. യോഹന്നാൻ 11-ാം അധ്യായം 44-45 വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. സമയം ഒട്ടുമില്ല. സ്തോത്രം. വേഗത്തിൽ പോകാം. യോഹന്നാൻ 11-ാം അധ്യായം 44-45 വായിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അതിനു മുമ്പ് വായിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇപ്പൊ വിളിച്ച പോലോ. എങ്ങനെ വിളിച്ചെന്ന? ഉറക്കെ വിളിച്ചു. ഇതാണോ ഉറക്കെ? ഞാൻ ഒന്ന് വിളിക്കാം. ലാസറേ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നത്. ഏത് ലാസറാണേലും വന്നു പോകും. ഒറ്റ വിളിയാ. ലാസർ പുറത്തു വന്നോ? ഇല്ല പാസ്റ്ററെ, വന്നില്ല. വായിച്ചോ. മരിച്ചവൻ പുറത്തു വന്നു. ലാസർ വന്നില്ല പാസ്റ്ററെ. ലാസർ വന്നു എല്ലാവരും പറയും. ലാസർ വന്നില്ല. നിങ്ങൾ അറിഞ്ഞോണം, എല്ലാവരും അറിഞ്ഞോണം, ഇത് ഒരു വേറെ സെക്ഷനാണ്. ഈ പുള്ളിയോട് ചോദിച്ചേ, യേശു വിളിച്ചതാണോ അല്ലയോ? യേശു വിളിച്ചോ അല്ലയോ? മൈക്കിൽ കൂടെ പറ. വിളിച്ചു. അതാ ചെല്ലു പറഞ്ഞ എന്നെ യേശു വിളിച്ചതാ. പക്ഷെ ഇതുവരെ പുള്ളി യേശുവിന്റെ മുഖം കണ്ടിട്ടില്ല. കാരണം മുഖത്തെന്ത് കിടക്കുക? ഉറുമാല് കിടക്കുക. വായിച്ചോ, ബാക്കിയോടെ വായിച്ചോ. ആമേൻ. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും. ഇവിടെ ഇരിപ്പുണ്ട്. ആ സൈസ് ഇവിടെ ഇരിപ്പുണ്ട്. വന്നപ്പം ഈ കൈ ഫെഡറൽ ബാങ്കിലും ഈ കൈ സ്റ്റേറ്റ് ബാങ്കിലും. ഈ വന്നപ്പം വെച്ചതാ. ഇനി പോകുമ്പോഴേ എടുക്കത്തുള്ളൂ. ആ പുള്ളിയുടെ പേരാണ് മരിച്ചവൻ. ക്രിസ്ത്യാനിയാണോ? അതെ. ഞായറാഴ്ച പള്ളിയിൽ പോകും. യേശു വിളിച്ചതാണോ? പിന്നെ എന്നാ വിളിയായിരുന്നു? ഒറ്റ വിളിയല്ലായിരുന്നു ലാസറേന്ന്. പക്ഷെ ഇതുവരെ കയ്യും കാലിനെ കെട്ടഴിഞ്ഞിട്ടില്ല, മുഖത്തെ ഉറുമാലും പോയിട്ടില്ല. ഇന്ന് രാത്രി തമ്പുരാൻ പറയാം, മാനസാന്തരം എന്ന് പറഞ്ഞാൽ യേശു വിളിച്ചത് മാത്രമല്ല, നിന്റെ ഉറുമാലെല്ലാം ഇന്ന് രാത്രി പോകണം. കൈയുടെ കാലിലെ കെട്ടൊന്ന് അഴിയട്ടെ. ഇന്ന് രാത്രി നല്ലപോലെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നാളെ രാത്രിയും കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സെക്ഷൻ നാളത്തേക്ക് ആക്കായിരുന്നു. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നാളത്തേക്കുള്ള ഒരെണ്ണം ഇപ്പോൾ പറയുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരും ഓർത്തോണം, ഇതൊന്ന് ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഇതെന്ത് ഓൺലൈൻ? ഇതുണ്ടോ? ക്യാമറ ഉണ്ടോ? നിങ്ങളൊക്കെ എന്നാ ചെയ്യുന്നതെന്ന് ഇതിനകത്തുണ്ട്. അത് നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അത് കാണുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ അതിനേക്കാൾ പ്രധാനം, നിങ്ങളുടെ അടുത്താരായിരിക്കുന്നത്? ആന്ധ്രയിൽ നിന്ന് വന്ന ആളോ? കർണാടക എന്നോ? പിന്നെ ആര്?
മലയാളി. ഓർത്തു. അടുത്തിരിക്കുന്ന ആര്? മലയാളിയുടെ സ്വഭാവം എന്താ? സ്വന്തം കാര്യം നോക്കത്തില്ല, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം നല്ലപോലെ നോക്കും. അതാണ് മലയാളിയുടെ സ്വഭാവം. മനസ്സിലാവും? സ്വന്തം കാര്യം നോക്കത്തില്ല. ഇവരുടെ കയ്യിൽ കണ്ണാടിയില്ല. കണ്ണാടിയിൽ മുഖം നോക്കുന്നതാണ് കണ്ണാടി. ഇവരെ ഇരിക്കുന്നത് ടെലസ്കോപ്പാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ കാര്യം കാണുന്ന സാധനം. നിങ്ങൾ കയ്യൊടിക്കാതെ ആരാധിക്കാതെ സ്റ്റേറ്റ് ബാങ്കിലും ഫെഡറൽ ബാങ്കിലൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ഇവർ വീട്ടിൽ ചെന്ന്, ഈ അടുത്തിരിക്കുന്ന ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ വീട്ടിൽ ചെന്ന് പറയും, എൻ്റെ മക്കളെ, ഞാൻ എന്നാ കൺവെൻഷന് പോയി, പാസ്റ്റർ എന്നാ പ്രസംഗമായിരുന്നു, എന്നാ ഒച്ചയായിരുന്നു പാസ്റ്റർ, പക്ഷെ ഒരു മുതു പിശാചി എൻ്റെ അടുത്ത് വന്നിരുന്നു. വായും തുറക്കത്തില്ല, കൈ ഒടിക്കത്തില്ല. വന്നിരുന്നപ്പം അതിൽ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഏത് സഭയെന്ന് വന്നെന്നറിയത്തില്ല ആ പിശാച്. എൻ്റെ ദൈവമേ, എനിക്ക് ആ പിശാചിനെ ഓർത്തല്ല, അവർ പോകുന്ന സഭയിലെ പാസ്റ്ററെ ഓർത്താ വിഷമം. എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് സഹിച്ചാൽ മതിയല്ലോ, അങ്ങേരെ എത്ര കൊല്ലമായിട്ട് സഹിക്കുന്നുണ്ടോ അപ്പാ എന്ന് വീട്ടിൽ ചെന്ന് പറയും. ഇപ്പൊ പാസ്റ്റർ എന്നാ മനസ്സിൽ വിചാരിച്ചെന്നാ പറയട്ടെ, പാസ്റ്റർ ഇത് കൺവെൻഷൻ തുടങ്ങുമ്പോഴേ പറയണ്ടായിരുന്നു, ഇപ്പോഴാണ് പറയുന്നത്. ഉള്ളതാട്ടെ, അല്ലേ? സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് തൊട്ടടുത്ത് മലയാളിയാണ് ഇരിക്കുന്ന ഓർത്തോണ്ട് വേണം ആരാധിക്കാൻ. പ്രൈസ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഹാർട്ട് മാറ്റി വെക്കുന്ന രാത്രിയാണ്. അടുത്തേക്ക് നമുക്ക് പോകാം. മർക്കോസിന്റെ ആമേൻ സങ്കീർത്തനം 49:20 ആമേൻ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ആമേൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ആമേൻ. എഴുതി വെച്ച്. ഒന്നാമത് ഞാൻ പറഞ്ഞത് പ്രാകൃത മനുഷ്യൻ, രണ്ടാമത് ഞാൻ പറഞ്ഞത് ആമേൻ സ്തോത്രം ജഡ മനുഷ്യൻ, മൂന്നാമത് പറഞ്ഞത് കല്ലു മനുഷ്യൻ, നാലാമത് ഇപ്പോൾ പറഞ്ഞത് മൃഗമനുഷ്യൻ. ആരാണിത്? ആമേൻ. ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിഞ്ചുമാനയും കഞ്ചാവും MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും LSD-യും പെതഡിനും ഉൾപ്പെടെ നൂറുകണക്കിന് മയക്കുമരുന്നുകൾ സ്കൂളുകളിൽ, കാമ്പസുകളിൽ, കോളേജുകളിൽ കയറി അനേക പ്രിയപ്പെട്ടവരെ തകർത്ത്, കുടുംബങ്ങളെ തകർത്ത്, അനേക ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത തലമുറ എഴുന്നേറ്റിരിക്കുക. ഇന്ന് രാത്രികാലം മൃഗതുല്യമായ ഒരു തലമുറ. 2 വയസ്സുള്ള കുഞ്ഞിനോട് അതിക്രമം കാണിക്കാൻ മടിക്കാത്തവർ, 5 വയസ്സുള്ള കുഞ്ഞിനെ അതിക്രമം കാണിക്കുന്ന അപ്പൻ, സ്വന്തം കുഞ്ഞിനെ ബക്കറ്റ് മുക്കിക്കൊല്ലുന്ന തള്ളാവോ, ഇന്ന് രാത്രികാലം ഉദരത്തിനകത്തെ കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്ത മാതാവ്, 5 സെന്റ് ഭൂമിക്ക് വേണ്ടി അപ്പനെ ചവിട്ടിക്കൊല്ലുന്ന മകൻ, സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് അപ്പനെ വെട്ടി അരിഞ്ഞു വന്ന MBBS-കാരൻ, 5 പേരെ ചുറ്റികൾക്ക് അടിച്ചു വന്ന വെഞ്ഞാറമൂട്ടിലെ ആഫാൻ. ഈ ലോകം മൃഗങ്ങളെ കൊണ്ട് നിറയുക. മനുഷ്യൻ മൃഗമാകുന്നു. ആസ്ട്രലോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ജാവ മനുഷ്യൻ തുടങ്ങിയ നട്ടൽ എന്നിവരാത്ത ചിമ്പാൻസി വർഗത്തിൽപ്പെട്ട കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് കവലകൾ തോറും പറഞ്ഞ് നടന്നൊരു കഥാഭാഗ്യനാണ് ഈ പ്രസംഗിക്കുന്ന K. എബ്രഹാം. നമ്മുടെ പൂർവികന്മാർക്ക് വാലുണ്ടായിരുന്നെന്നും അത് കുറുകി ഒരു മുഴ ഉണ്ടായിരുന്നെന്നും ഇരുന്ന് നിരങ്ങി മുഴ പോയെന്നും ഇങ്ങനെ ആയെന്നും പറഞ്ഞു നടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കണ്ണാടി നോക്കി കാര്യം പിടികിട്ടി. ആമേൻ. മൃഗമല്ല മനുഷ്യൻ. സർവശക്തനായ ദൈവത്തിന്റെ കരപല്ലവങ്ങളിൽ വിരചിച്ചെടുത്ത കാവ്യ കുസുമമായ മനുഷ്യൻ, അനിത്യമായ ആമേൻ ആത്മാവ്, നിത്യമായ ആത്മാവും അനിത്യമായ മണ്ണുമെന്ന പരസ്പര വൈരുദ്ധ്യങ്ങളായ 2 വസ്തുക്കളെ ദൈവം തമ്പുരാൻ കരങ്ങളെടുത്ത് പരസ്പര പൂരകമായി മാറ്റിയ സർവശക്തന്റെ സിദ്ധിയുടെ മകുടമായ ഉദാഹരണമായ മനുഷ്യൻ ഇന്ന് രാത്രികാലം മൃഗം പരിണമിച്ചവനല്ല, കുരങ്ങ് പരിണമിച്ചവനല്ല, അവൻ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉദാഹരണമല്ല, സർവശക്തന്റെ സൃഷ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാനൊരു സെന്റൻസ് പറയാം, എഴുതി വെച്ചോ, വേണേ കമ്പ്യൂട്ടറിൽ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ അച്ചടിച്ചു വെച്ചോ, വീട്ടിൽ ഭിത്തിയിൽ ഒട്ടിച്ചു പോയി. ആമേൻ. മൃഗം എത്ര വർഷം കഴിഞ്ഞാലും പരിണമിക്കത്തില്ല, മനുഷ്യനുമാകത്തില്ല. സ്തോത്രം പറ. മൃഗം എത്ര പരിണമിച്ചാലും എത്ര വർഷം കഴിഞ്ഞാലും മനുഷ്യനാകത്തില്ല. പക്ഷെ മനുഷ്യൻ IAS-കാരനും IPS-കാരനും ആമേൻ ഡിഗ്രി ഉള്ളവനും ഡോക്ടറും ഉന്നതന്മാരും എന്ന് വേണ്ട, ആമേൻ വമ്പന്മാര് വരെ ഒരു സെക്കൻഡ് കൊണ്ട് മൃഗമായി മാറുക. മനുഷ്യൻ മൃഗമാകും, മൃഗം മനുഷ്യനാകത്തില്ല. ഇന്ന് രാത്രികാല ലോകത്തില് ഒരുപാട് പേർ മൃഗതുല്യരായി മാറിക്കൊണ്ടിരിക്കുകയാ. കൊല്ലാൻ മടിയില്ലാത്തവർ, വിഷം കൊടുക്കാൻ മടിയില്ലാത്തവർ, വെട്ടിയരിയാൻ മടിയില്ലാത്തവർ, വിമാനം തകർക്കാൻ മടിയില്ലാത്തവർ.
ജനനിയുടെ പൊക്കൽ കൊടിയിൽ ചാവേർ ബോംബുകൾ വെച്ച് കെട്ടി ആമേൻ ദേവാലയത്തിന്റെ മറവില് അല്ലെങ്കിൽ തെരുവുകള് ചുടല കളങ്ങളാക്കുന്ന തീവ്രവാദങ്ങൾ. IS-ന്റെ ലക്ഷ്യത്തോയുടെയും മുഹമ്മദ് ഗ്രൂപ്പിന്റെയും ഒക്കെ തീവ്രവാദികളെ പിടിച്ച കാലത്ത് പിടിക്കുമ്പോഴൊക്കെ അവരുടെ വിദ്യാഭ്യാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എഞ്ചിനീയേഴ്സ്, ആമേൻ, ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഉന്നതന്മാർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഉന്നതന്മാർ, ഡോക്ടേഴ്സ്. തീവ്രവാദികൾ പിടിക്കപ്പെട്ടവരൊന്നും 10ാം ക്ലാസ് തോറ്റവരല്ല. പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ട് പരീക്ഷ തോറ്റിട്ട് പോയി തീവ്രവാദി ആയതല്ല. സ്വത്രം പറ, സ്വത്രം പറ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ വളരെ വ്യക്തമായി, ഒരു പക്ഷേ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരല്ല, ഈ പന്തലിൽ ഇരിക്കുന്നവരല്ലായിരിക്കും, ഈ ശബ്ദപരിധിയിൽ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഇന്ന് രാത്രി കേൾക്കുന്ന ചിലരോടൊക്കെ ദൈവം ഇടപെടുകയാ. ഇന്ന് രാത്രി കാലം കല്ല് മനുഷ്യനുമല്ല, പ്രാകൃതനുമല്ല, ചെടിയനുമല്ല, ലോകത്തെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൃഗതുല്യമായ ഒരു തലമുറ. അച്ഛനാരാന്നറിയാത്ത, അമ്മയാരാന്നറിയാത്ത, പെങ്ങളാരാന്നറിയാത്ത, എങ്ങനെയാ കൊന്നേ? ഷഹീനെ എങ്ങനെയാ കൊന്നേ? പത്രം വായിക്കാറില്ലല്ലേ? സാരമില്ല. ഷഹീനെ എങ്ങനെയാ കൊന്നേ? അവളുടെ വാരിയിൽ മുഴുവൻ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചുടച്ച്. ആങ്ങളെ പെങ്ങളെ കൊന്നത് അറിഞ്ഞില്ലേ? ഇല്ല. ലോകം കഴിഞ്ഞ് എന്നെ ഒന്ന് കാണണേ. അല്ല, മീഡിയ വർക്കറല്ലേ, അതുകൊണ്ടൊന്ന് കണ്ടിട്ടേ പോകാം. മീഡിയ വർക്കർ ഷുഡ് ബി നോ എവറിത്തിങ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ എന്തെല്ലാം നടക്കുന്നെന്ന് മീഡിയ വർക്കേഴ്സ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയാതെ പോകരുതൊന്നും. ആമേൻ, സ്തോത്രം. വാരിയിൽ മുഴുവൻ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചു ഞുറുക്കി അവിടെ കാലിലെ മാംസം അവളെ കൊന്നവർ കടിച്ചു പറിച്ചെടുത്തെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അവൻ്റെ പേരാണ് മൃഗം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ടേസ്റ്റ് ഉള്ളത് തിന്നുന്നത് മനുഷ്യൻ, അവൻ്റെ വേസ്റ്റ് തിന്നുന്നവനാണ് മൃഗം. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ ഇന്ന് രാത്രി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ ഭക്ഷിക്കുന്നത്, ആമേൻ, നീ മനുഷ്യനായതുകൊണ്ട് നീ ഭക്ഷിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു പേരുണ്ട്. നിനക്ക് വേണ്ടെന്ന് പറയുന്നത് മുഴുവൻ, നിനക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നത് മുഴുവൻ എടുത്തുപയോഗിക്കുന്നവന്റെ പേരാണ് മൃഗം. ഇന്ന് രാത്രി അതിന് എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി അതിനോട് സമയമില്ല എനിക്ക്. ഹല്ലേലൂയ. 1989 തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജിന് 5ാമത്തെ നിലയിൽ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വെളുപ്പിനെ 4:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഞാൻ 4:30 മണിക്ക് എഴുന്നേറ്റിൻ്റെ ഒരു ചെറിയ മടക്കുന്ന പായുണ്ട്, അതുമെടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ തിരുവല്ല പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഞങ്ങളുടെ കോളേജ്. ഒരു പെണ്ണിൻ്റെ, ഒരു സ്ത്രീയുടെ വല്ലാത്തൊരു കരച്ചിൽ കേട്ടു. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ തൊട്ടു താഴെ സാൽവേഷൻ ആർമിയുടെ ഒരു പള്ളിയുണ്ട്. എൻ്റെ വരാന്തയിൽ ഒരു ചാക്കും പുതച്ച് കിടക്കുന്ന ഒരു ഭ്രാന്തിയുണ്ട്. അവളുടെ പേര് രമണി. ഒരു 35-40 വയസ്സ് പ്രായം വരും. അവള് ഭ്രാന്തിയാ. എപ്പോഴും മുറുക്കി തുപ്പി വാനിറച്ച് മുറുക്കാൻ്റെ തുപ്പലുമിട്ട് കിറിച്ചുമപ്പിച്ച് ഏത് ചെറുപ്പക്കാരെ കണ്ടാൽ അവർ അടുത്ത് എന്നിട്ട് ചോദിക്കും, ഡോക്ടറാണോ എന്ന് ചോദിക്കും. അവള് ഭ്രാന്തിയാ. അവൾ അവിടെ കിടന്നുറങ്ങുന്ന സാൽവേഷൻ ആർമിയുടെ കെട്ടിടത്തിന്റെ വരാന്തയിൽ ഒരു ചാക്ക് പുതച്ച് വെളുപ്പിനെ 4:30 മണിക്ക് അവളുടെ അലർച്ച കേട്ടുകൊണ്ട് ഞാൻ ജനലിനകത്തോടെ താഴേക്ക് നോക്കി. 1989 അപ്പോൾ ഒരു 3 പേർ കൂടി അവളെ പിടിച്ചു വലിച്ച് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റാൻ ശ്രമിക്കുകയാണ് വെളുപ്പിനെ 4:30 മണിക്ക്. അന്നാണ് എനിക്ക് മനസ്സിലായത്, രമണിക്കല്ല ഭ്രാന്ത്. ഞാൻ അന്ന് വരെ വിചാരിച്ചത് രമണിക്കാ ഭ്രാന്തെന്നാ. എനിക്ക് അന്നാ മനസ്സിലായത് രമണിക്കല്ല ഭ്രാന്ത്, അവന്മാർക്ക് 3 പേർക്കുവാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായി? ആമേൻ. സാഹോദര്യ ബന്ധങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞ് മാതാപിതാ ഗുരു ശിഷ്യ ബന്ധങ്ങളെ കാറ്റിൽ പറത്തി അധ്യാപകരാരാ, ടീച്ചർ ആരാ, വിദ്യാർത്ഥി ആരാ, ഗുരു ആരാ, അപ്പനാരാ എന്ന് തിരിച്ചറിയാത്തൊരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന് പ്രസക്തിയുണ്ട്. ഇന്ന് രാത്രി മഹാസമ്മേളനത്തിന് പ്രസക്തിയുണ്ട്. ഇത് നടത്തുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു സല്യൂട്ട് ഉണ്ട്. ഇന്ന് രാത്രി ഈ ദേശം അറിയണം, ദൈവത്തിലേക്ക് ജനം തിരിയട്ടെ. ആമേൻ.
ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ അവർ പറയും, എൻ്റെ സഭയിൽ നിന്നൊരു 15-20 പേരിലധികം പേര് ഇന്ന് രാത്രി ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഈ മൈക്ക് അവരുടെ കൂടെ കയ്യിൽ കൊടുത്താൽ അവർ പറയും, ഞങ്ങൾ മൃഗമല്ലായിരുന്നു, പക്ഷേ മൃഗത്തെ പോലെയുള്ള പലതും മയക്കുമരുന്നുകളും മദ്യവുമൊക്കെ ഉപയോഗിച്ചിരുന്നവരാ. ആർക്കും വേണ്ടാത്തവരായിരുന്നു. പക്ഷേ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ഹൃദയം മാറ്റി. ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റി. ഞങ്ങൾക്ക് തമ്പുരാൻ വിവേകമുള്ള, കൃപയുള്ള, മാനസാന്തരമുള്ള ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകി. സമയമില്ല, എനിക്ക് അല്പം വേഗത്തിൽ പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പോകാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ആമേൻ. യേശുവിനോട് ചോദിച്ചു, ആമേൻ, നീ എന്ത് കാണുന്നു? ഞാൻ മനുഷ്യരെ കാണുന്നു. അവൻ പറഞ്ഞു, കുരുടനെ യേശു അവന്റെ കണ്ണിൽ തുപ്പി യേശുവിനെ തൊട്ടു. യേശുവിനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ മനുഷ്യരെ കാണുന്നു. ഞാൻ മനുഷ്യരെ കാണുന്നു. അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. ഇവനെ എന്ത് വിളിക്കണം? ഇവനെ വിളിക്കാൻ നോക്കും മരമനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ, ജഡമനുഷ്യൻ, 3 കല്ല് മനുഷ്യൻ, 4 മൃഗമനുഷ്യൻ. ഇവിടെ ഞാനൊരു പേരിടുന്നു, മരമനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചോദിക്കട്ടെ, യേശുവിനെ തൊട്ടതാണോ? പറ നിങ്ങൾ, യേശുവിനെ തൊട്ടതാണോ? അറിഞ്ഞു നിങ്ങൾ? അപ്പം എൻ്റെ മുകളിൽ നിന്ന് വായിക്കും മക്കളെ. ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലേ, ബൈബിൾ തുറന്നിട്ട് പോലുമില്ല. അതിന്റെ മുകളിൽ 23 മുതൽ വായിക്കുക. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ചു. അവനെ ഊരിന് പുറത്തു കൊണ്ടുവന്നു. അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിനെ തൊട്ടതാണോ? തൊട്ടതാ. യേശുവിന്റെ കൈക്ക് പിടിച്ചതാ. പക്ഷെ ഇപ്പോഴും അവൻ മനുഷ്യനായിട്ടില്ല. ആരുവരെ ആയിട്ടുള്ളൂ? മരമനുഷ്യനെ ആയിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ അടുത്ത വാക്യം എങ്ങനെയാണ്? യേശു അവനെ വീണ്ടും തൊട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പേരിട്ടത്, സെക്കൻഡ് ടച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു രണ്ടാമതും അവനെ തൊടുകയാ. അപ്പോൾ അവൻ പറയാണ്, ഐ ആം സീയിങ് എവരിതിങ് ക്ലിയർലി. ഞാൻ എല്ലാം സ്പഷ്ടമായി കാണുന്നു. ആമേൻ. ഇന്ന് രാത്രി ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി ചിലരെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലരെ രണ്ടാമതും ഒന്ന് തൊടുവാൻ വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ചിലരെ കർത്താവ് അവരെ പൂർണ്ണതയിലേക്ക് വരുവാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെയും അവർ കണ്ടിട്ടില്ലാത്ത ചിലത് കാണുവാൻ, ഇതുവരെ കാണാത്ത ചിലത് കാണുവാൻ, അവരുടെ കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം വരാൻ ഇന്ന് രാത്രി ചിലർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇനി 6-ാമത്തെ മനുഷ്യനെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ശ്രദ്ധിക്ക, പ്രാകൃത മനുഷ്യൻ, ജഡമനുഷ്യൻ, കല്ല് മനുഷ്യൻ, മൃഗമനുഷ്യൻ, മരമനുഷ്യൻ. ഞാൻ ഇതിനെ മുഴുവനെയും കൂടി ഇന്ന് രാത്രികാലം ഒരുമിച്ച് കുഴച്ച്, ഒരു മാവ് കൊടുക്കുന്ന പോലെ കുഴച്ച് ഇതിനെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി ഈ 6-ാമത്തെ മനുഷ്യന്റെ അകത്താക്കാൻ പോകുകയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ചായി ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് 1-ാമത്തെ മനുഷ്യനില്ല, 2-ാമത്തതില്ല, 3-ാമത്തതില്ല, 4-ാമത്തതില്ല. ഇനി വായിക്കാൻ പോകുന്ന 6-ാമത്തെ മനുഷ്യൻ മാത്രമേ ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി പുറത്തു പോകത്തുള്ളൂ. വായിക്കാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി, എല്ലാം സകലതും വിട്ടോടി. മുകളിൽ പറഞ്ഞ 5 മനുഷ്യർക്കും ഉണ്ടായിരുന്ന സ്വഭാവങ്ങളെ മുഴുവൻ വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനിയുള്ള ചില മിനിറ്റുകൾ ഞാൻ വേർതിരിക്കാൻ പോകുക. ആമേൻ. ഇന്ന് രാത്രികാലം, ആമേൻ, ഹല്ലേലൂയ, എഴുന്നേറ്റ് നിന്നാൽ ഞാൻ വീട്ടിൽ പോകത്തില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രം എഴുന്നേൽക്കാം, അല്ലാത്തവർ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞതാർക്കും മനസ്സിലായില്ല തോന്നുന്നു. ചില സ്ഥലങ്ങളിൽ ഞാൻ 40 കൊല്ലമായിട്ട് സുവിശേഷ പ്രസംഗകനാണ്. എഴുന്നേക്കാൻ പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു വീട്ടിൽ പോകളെ.
അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണ്ട, അവരിരുന്നാൽ മതി. എഴുന്നേറ്റാലും ഞാൻ വീട്ടിൽ പോകത്തില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ, കർത്താവിനെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ, എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ, എല്ലാവരും സ്തുതിച്ച് തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ ദൈവമൊന്ന് മാറ്റുകയാണ്. ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ എൻ്റെ കുടുംബത്തെ ദൈവം മാറ്റുകയാ, എൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരിക. എല്ലാവരും വാ തുറന്നാട്ടെ, സ്തോത്രം പറയാൻ തുടങ്ങിയാട്ടെ. എല്ലാവരും കർത്താവിന് ഇത് ഈ ഗ്രൗണ്ട് മുഴുവൻ സ്തോത്രം കൊണ്ട് നിറയട്ടെ. ഇത്രയും നേരം കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ ഹൃദയത്തെ മാറ്റി, എൻ്റെ കുടുംബത്തെ മാറ്റി, എൻ്റെ തലമുറയെ മാറ്റി. നമ്മുടെ ചുറ്റും വല്ലാത്ത വാർത്തകൾ കേൾക്കുന്നൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, തകർന്നു പോകുന്ന തലമുറയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കൊലപാതകത്തിന്റെ ആത്മഹത്യയെയും വല്ലാത്ത കഥകൾ നാം കേട്ട് മനസ്സ് മരവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ തമ്പുരാൻ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ മനുഷ്യരെ എഴുന്നേൽപ്പിക്കുക. നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും, നീ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. നീ പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ, ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങുകയാ, നിന്റെ മേലൊരു ദൈവശക്തി ഇറങ്ങുകയാ. നിന്റെ മേൽ ഇന്ന് രാത്രിക്കാലം ഒരു മാനസാന്തരം മാത്രമല്ല, ആ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. കൃപയുള്ളവരെല്ലാം കരങ്ങൾ അടിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാട്ട് ഈ ഗ്രൗണ്ട് മുഴുവൻ അല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. എന്നിലൂടെ ദൈവം ചിലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, മാനസാന്തരപ്പെട്ട ഒരു സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കാനല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടിട്ട് ആരാധിക്കുക. ഒരു സാധാരണ വിശ്വാസിയാകാനല്ല, എന്നെ ദൈവം ഉപയോഗിക്കണം, എന്നെ ദേശത്ത് ദൈവം അടയാളമാക്കണം, എന്നെ ദേശത്ത് ദൈവം അത്ഭുതമാക്കി മാറ്റണം, എന്നിലൂടെ ദൈവം ചിലത് ചെയ്യണം, എന്നിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടണം, എന്നിലൂടെ ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ആകുവാൻ അമാനുഷികമായ ദൈവ പ്രവൃത്തി എന്നിലൂടെ പുറത്തു വരേണ്ടതിന് എന്നെ ദൈവ കരങ്ങളെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യെസ്.